തിരിച്ചു കാറിൽ റോബിനും സാറയും കൂടി ഇരിക്കുകയാണ്. ദേഷ്യത്തിൽ കൈമുഷ്ടി പിടിച്ചിരിക്കുന്ന റോബിനെ സാറ പേടിയോടെ നോക്കി. നിങ്ങൾ അവൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട. സാറ പതുക്കെ പറഞ്ഞതും റോബിൻ തന്റെ നീലക്കണ്ണുകൾ ദേഷ്യത്തോട് അവളുടെ നേരെ ഉയർത്തി. വാട്ട് റബിഷ്! അവൻ എന്താണ് പറഞ്ഞത്? എന്റെ കുഞ്ഞിനെ അവൻ കൊല്ലുമെന്ന അവൻ പറഞ്ഞതുപോലെ ഞാൻ കരുതിയിരുന്നെങ്കിൽ ഇന്നവൻ ഈ ഭൂമിയിൽ എനിക്കെതിരെ സംസാരിക്കാൻ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല സാറ. എന്റെ ഒരു മകനെ നീ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് വളർത്തി. ഇനി എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും എന്നെ സ്നേഹിക്കണം. എനിക്ക് ജനിക്കാൻ പോകുന്ന മകൻ അല്ലെങ്കിൽ മകൾ അവളുടെ പപ്പ ഒരു വില്ലൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. എനിക്കുമുണ്ട് സ്നേഹിക്കാനുള്ള മനസ്സ്. എന്നെ മാത്രം ആരും കാണുന്നില്ല. അത്രയും പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. ലിയോ, അവൻ കുഞ്ഞല്ലേ. അവൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ പ്രായത്തിൽ. സാറ ജാളിതയോടെ പറഞ്ഞതും ദേഷ്യത്തിൽ അവൻ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. സാറ, ഈ ലോകത്ത് ആദ്യമായി ഗർഭിണിയാകുന്ന പെണ്ണല്ല നീ. അതും നീ വല്ലവന്റെയും ഗർഭം വയറ്റിൽ വെച്ചതുപോലെയാണല്ലോ നീ നാണിക്കുന്നത്. എന്റെ കുഞ്ഞല്ലേ, ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. ഇതിന് നിന്റെ മകൻ എന്ത് ഷോക്കാണ് ഇടുന്നത്? അവന് നാണക്കേടാണ് പോലും. നിന്റെ പ്രസവം നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം. എനിക്കിനിയും കുഞ്ഞുങ്ങളെ വേണം. എനിക്കും ജീവിക്കണം ഒരു കുടുംബത്തോടെ. അവന്റെ ഭാഷയിൽ പറഞ്ഞതും സാറ വേഗം ദേഷ്യത്തിൽ അവന്റെ കൈമാറ്റിക്കൊണ്ട് മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ടതും അവനും ചിരി വന്നു. ഇനിയും കുഞ്ഞുങ്ങളെ വേണമെന്നൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണ്. ഇനി അത് മനസ്സിലിട്ട് എന്നെ അടുപ്പിക്കാതിരിക്കാൻ നോക്കണ്ട. ഞാൻ വിടില്ല. എന്റെ സാറപ്പെണ്ണിനെ എനിക്കിഷ്ടമാണ്. എനിക്കിനിയും വേണം എന്റെ കൂടെ നിന്നെ എന്നും. അവൻ അവളുടെ കൈകളിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നീണ്ട വിരലുകളിൽ ഓരോന്നായി ചുംബിച്ചു. നോക്കൂ, ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മകനെ ഒന്നും ചെയ്യരുത്. ലിയോ പാവമാണ്. സാറ വീണ്ടും തന്റെ മകനെപ്പറ്റി തന്നെ പറഞ്ഞപ്പോൾ റോബിൻ ദേഷ്യത്തിൽ അവളെ നോക്കി പേടിപ്പിച്ചു. ലിയോ ലിയോ ലിയോ, ആ പേര് കേട്ട് ഞാൻ മടുത്തു. അവനോട് നീ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു കാൽഭാഗമെങ്കിലും നീ എന്നോട് കാണിക്കുക. തന്ത ഞാനായിപ്പോയി. അല്ലെങ്കിൽ എന്നെ ഒരു ബുള്ളറ്റ് കൊണ്ട് തീർത്തേനെ അവൻ. ദേഷ്യത്തിൽ റോബിൻ പറഞ്ഞതും അവൾ അവന്റെ വാപ്പൊത്തി. അങ്ങനെ ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ പാടില്ല. അവളുടെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു പോയി. ശരിക്കും ദേഷ്യം നിറഞ്ഞ ഭാവം. അവൾ തന്റെ മകനെ ഒരുപാട് സ്നേഹിക്കുന്നു. അവനോർത്തു, അച്ഛനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന മകനെയാണോ ഞാൻ സംരക്ഷിക്കേണ്ടത്? ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എന്റെ ആഗ്രഹങ്ങളെ നേട്ടങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവൃത്തി നിന്റെ മകന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടായാൽ എനിക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിയുമെന്ന് അറിയില്ല സാറാ. എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിന്റെ മകനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ആരാണെന്നും എന്റെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് നീ സമയം കിട്ടുമ്പോൾ അവനെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തേക്ക്. ഗൗരവത്തോടെ പറയുന്ന അവനെ അവൾ ഭയത്തോടെ നോക്കി. കൗശലക്കാരനായ ഒരു ചെകുത്താന്റെ ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. യാദവ് ഓഫീസിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ എത്തിയിരുന്നു. പതിവിലും വിപരീതമായി ഇന്ന് വൈശാലി ലീവെടുത്ത ദിവസമായിരുന്നു. എന്നും അവളുടെ മുഖം ഓഫീസിൽ കണ്ടതുകൊണ്ടാവും ഒരു ദിവസം അവളെ കാണാതെ ജോലി ചെയ്യാൻ പോലും അവന് പറ്റാത്ത അവസ്ഥ. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നൽ കൊണ്ടായിരിക്കാം അവൻ ഉച്ചയ്ക്ക് തന്നെ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയത്. യാദവ് റൂമിലേക്ക് വന്നപ്പോൾ കണ്ടത് തൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന അവളെയാണ്. അവനെ കണ്ടതും അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. നിങ്ങൾ എന്താണ് ഈ സമയത്ത്? അവൾ ഞെട്ടലോട് ചോദിച്ചതും അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ തൻ്റെ ബ്ലേസേഴ്സ് ഊരി മാറ്റി ടക്കിൻ ചെയ്ത ഷർട്ട് ഒന്ന് ലൂസാക്കിക്കൊണ്ട് കയ്യിൽ വാശൂരി. എനിക്കെന്താ എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല എന്നുണ്ടോ? നിനക്ക് മാത്രമാണോ ഈ ഹാഫ് ഡേ ലീവ് എടുക്കാൻ പറ്റുന്നത്? അവൻ ഗൗരവത്തോട് ചോദിച്ചതും അവളൊന്നും മനസ്സിലാതെ അവനെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഇന്നത്തെ ദിവസം ഞാൻ ലീവ് എടുക്കുകയാണെന്ന്. കുറേ ദിവസം എക്സ്ട്രാ വർക്കായിരുന്നു എനിക്ക്. ഒരു ലീവ് വേണമെന്ന് തോന്നി. അവൾ അവളുടെ ഭാഗം വിശദീകരിച്ചു. അതിന് നീ ലീവ് എടുത്തിൽ എനിക്ക് പരാതിയൊന്നുമില്ല. എന്തോ എനിക്കും ലീവ് എടുക്കാൻ തോന്നി. അവൻ പറഞ്ഞതും അവൾ 2 കൈയും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവനെ നോക്കി. സത്യം പറ, നിങ്ങൾക്ക് എന്നെ കാണാൻ തോന്നിയത് കൊണ്ട് വന്നതല്ലേ? എന്നെ മിസ് ചെയ്തു അല്ലേ? വൈശാലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ മിസ് ചെയ്യാനോ? നോ വേ. അവൻ കപടതയോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ വേഗം മലർന്നു കിടന്നു. എന്താ യാദവ്, ഞാൻ അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഭയങ്കര സ്നേഹമാണെന്നും എന്നോട് ഓവർ പൊസസീവ് ആൻഡ് കെയറിങ് ആണെന്നും വെറുതെ കരുതിക്കോട്ടെ, അവൾ പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എനിക്ക് സ്നേഹമില്ല എന്നാണോ? അവൻ ഗൗരവത്തിൽ തിരിച്ചു ചോദിച്ചു. അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര അൺറൊമാൻറ്റിക് ആണ് യാദവ് നീ. അവൾ പറഞ്ഞു തീരും മുൻപ് അവൻ അവളുടെ സാരി ഒറ്റ വലി വലിച്ച് അവൾ അവരെ നെഞ്ചിലായി വീണു. എന്താ എന്താ ഈ കാണിക്കുന്നത്? അവൾ പിടയാൻ തുടങ്ങിയതും അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഐ ആം ഷോയിങ് മൈ റൊമാൻറ്റിക് സൈഡ്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു. മതി മതി, നട്ടുച്ച നേരത്ത്. ബാക്കി പറയാൻ പോകുന്നതിന് മുൻപ് അവൻ അവളുടെ ചുണ്ട് ചുംബിച്ചു. നട്ടുച്ച നേരത്ത് കൂടുതൽ കലോറീസ് ബേൺ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. നിന്റെ കൂടെ ആവുമ്പോൾ കൂടുതൽ സന്തോഷം, യാദവ് പറഞ്ഞു. വേണ്ട, പോയേ. അവൾ സാരി നേരെ ഇടാൻ ശ്രമിച്ചതും അവൻ അവളെ തടഞ്ഞു. ഞാൻ എല്ലാം കണ്ടതാ, അതുകൊണ്ട് കൂടുതൽ പൊത്തി വെക്കണ്ട, അവൻ പറഞ്ഞതും അവൾ അവൻ്റെ പൊത്തി. എന്തൊരു വൃത്തികേടാണ് ഈ പറയുന്നത് ഹർഷ. ഉച്ചയ്ക്ക് ഇങ്ങനെ റൂം അടച്ചിരുന്ന ഷാലുമ എന്ത് കരുതും? ഞാൻ ഇന്ന് ലീവാണെന്ന കാര്യം അറിയാം, അവൾ പറഞ്ഞതും അവൻ ഉറക്കെ ചിരിച്ചു.
ഈ ശാലുമ്മയും ധ്രുവങ്ങളും അവരുടെ കാലത്ത് പുലിയായിരുന്നു. അവരുടെ ലവ് സ്റ്റോറി എല്ലാം ഇവിടെ അറിയാത്ത ആരുമില്ല. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അവർക്കുണ്ട്. യാദവ് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി. അവൻ അവളുടെ ചുണ്ടിൽ ചെറുതായി തലോടി. നീ നീ എന്നെ ഹർഷ എന്ന് ഇടയ്ക്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ് പെണ്ണെ. അതും നേരത്തെ വിളിച്ച പോലെയല്ല. നമ്മുടെ ഇൻറ്റിമേറ്റ് മൊമെന്റ്സ് വരുമ്പോൾ നീ വിളിക്കില്ലേ? അപ്പോൾ എനിക്കിതെല്ലാം മുമ്പ് സംഭവിച്ച പോലെ തോന്നും. നിന്റെ ഓരോ ആണവും എനിക്ക് കാണാപ്പാടമായ പോലെ. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണു പൊത്തി. ഈ പെണ്ണ് മഹാ, ഞാൻ നിന്റെ ഹർഷയാണ്, നിന്നെ ജീവനത്തിൽ സ്നേഹിച്ച ഹർഷ. അവനത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഗാംഭീര്യം നിറഞ്ഞു. അവൾ വേഗം അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ദേഷ്യമുണ്ടോ? എല്ലാം മനസ്സിലാകാൻ വൈകിയതിന് അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനോട് ചോദിച്ചു. നീ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? രാവണനല്ലേ ഞാൻ? അതിലും മോശം. നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെകുത്താൻ. അതാണ് എനിക്ക് കൂടുതൽ ചേരുന്നത്. നിന്റെ സമ്മതമില്ലെങ്കിൽ പോലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. എൻ്റെ മനസ്സിൽ നീയെന്ന് മഹാലക്ഷ്മിയാണ്. നീ വൈശാലിയായി ജന്മം ജനിച്ചാലും നിന്നെ വേറൊരാൾക്ക് നോക്കാൻ പോലും ഞാൻ കൊടുക്കില്ല. അതുകൊണ്ട് നീ സത്യം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എല്ലാ അർത്ഥത്തിലും. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒരു പൂച്ചയെ പോലെ പതുങ്ങി. നിന്നെ സ്നേഹിക്കാൻ തോന്നുന്നുണ്ട്, ഞാൻ ഉമ്മ വെച്ചോട്ടെ? അവൻ പതുക്കെ അവളുടെ ചെവിയിൽ ചോദിച്ചതും അവൾ തലയാട്ടി സമ്മതം നൽകി. പതുക്കെ അവളുടെ നെറ്റിയിലും കവിളിലും ചുണ്ടിലുമെല്ലാം അവൻ ചുംബിച്ചു. പതിയെ തുടങ്ങിയ ചുംബനത്തിന് വേഗതയേറി. ഉടയാടകൾ ദേഹത്തു നിന്നും മാറി. വൈശാലി വീണ്ടും അവൻ്റെ പ്രണയച്ചൂടിലുരുകി. ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു വീണു. കോമ്പറ്റീഷൻ തകൃതിയെ നടക്കുന്നുണ്ട്. രണ്ട് ഗ്രൂപ്പ് തമ്മിൽ വാശിയായി തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിലെ ഒരു നിശാ ക്ലബിലെ പാർട്ടിയിൽ പതിവില്ലാതെ പോയതാണ് യാദവും കൂടെ റാമും. അപ്രതീക്ഷിതമായാണ് അവിടെ വെച്ച് ലിയോ അവരുടെ മുന്നിൽ പെട്ടത്. ഹലോ യാദവ്, ഹലോ റാം. അവൻ രണ്ടുപേർക്കും നേരെ ഹസ്തദാനം നൽകി. തിരിച്ചവരും അവന് നേരെ ഒരു പുഞ്ചിരി നൽകി. ഇന്നെന്തായാലും നിങ്ങളെ ഇവിടെ കണ്ട സ്ഥിതിക്ക് എൻ്റെ വകയായിരിക്കും ട്രീറ്റ്, ലിയോ അവരുടെ അടുത്ത് ചോദിച്ചു. വൈ നോട്ട്? അവൻ മറുപടി നൽകി. റെഡ് വൈൻ ഓർഡർ ചെയ്യട്ടെ, അതോ കുറച്ചുകൂടി ഹോട്ട് ഡ്രിങ്ക്സ് ആക്കണോ? ഞാനറിഞ്ഞ യാദവ് അങ്ങനെ ഒരു ആൽക്കഹോളിക് അല്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ക്ലബിനും പാർട്ടിക്കും വേണ്ടി വന്നതല്ല. ഇതിൻ്റെ മുകളിലുള്ള കോൺഫറൻസ് ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കുറേയായി ഒരു ക്ലബിൽ ഇതുപോലെ വന്ന് ചിൽ ചെയ്തിട്ട്. അപ്പോൾ റാമിനെ കൂട്ടി ഒന്ന് വന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മദ്യപിക്കാറില്ല. റെഡ് വൈൻ തന്നെയാണ് ധാരാളം, യാദവ് പറഞ്ഞു. ലിയോ അവർക്ക് രണ്ടുപേർ കൂടി വേണ്ടി ഓർഡർ ചെയ്തു. യാദവ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. അതായത് നിനക്ക് സംഭവിച്ച ആക്സിഡൻറ്റിന് പിന്നിൽ എൻ്റെ പപ്പയാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ ഇത് പപ്പ വീണ്ടും പുതിയ പരിപാടിയുമായി വരുന്നു. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തന്നെ സ്പൈ ആയി നിർമ്മിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു. ഞാനത് നിന്നോട് പറയാൻ കാരണം എനിക്കെന്നെ ആ കഴിവ് കൊണ്ട് ജയിച്ചാൽ മതി, അല്ലാതെ ആരെയും ചതിച്ചിട്ട് ജയിക്കണമെന്ന് എനിക്കില്ല. അവൻ ഉറപ്പോടെ പറഞ്ഞതും യാദവ് അവനെ തന്നെ വീക്ഷിച്ചു നോക്കി. ഒപ്പം ഞെട്ടലോടെ റാമും. എനിക്ക് നിന്റെ പപ്പയെ പേടിയില്ല. അയാൾ ഇതുമല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം. വിശ്വാസമുള്ളവരെ മാത്രമാണ് ഞാൻ എൻ്റെ കമ്പനി നിർത്തിയിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പൈ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച് കളിച്ചോളാം. പിന്നെ എൻ്റെ കുടുംബത്തിന് മുഴുവനായി നശിപ്പിച്ച അയാൾ വെറും ഒരു സ്പൈയർ നിർത്തുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. ജനിക്കാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും. എൻ്റെ ജീവൻ വരെ എടുക്കാൻ ഇനിയും ശ്രമിക്കും, അതെനിക്ക് ഉറപ്പാണ്. യാദവ് അങ്ങനെ പറഞ്ഞതും ഞെട്ടലോടെ ലിയോ നോക്കി. ലിയോ, നിന്നോട് അന്നും ഇന്നും എനിക്കും യാതൊരു ശത്രുതയുമില്ല. നീ നേരെ വാ നേരെ പോ എന്ന ലൈനാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. നിന്റെ കൂടെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ നിന്റെ പപ്പ, ഇനിയും എൻ്റെയോ എൻ്റെ കുടുംബത്തിന് നേരെയോ നിന്റെ പപ്പയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ ഇത്രയ്ക്ക് മാന്യത എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. കൊന്നിരിക്കും ഞാൻ അയാളെ. അത് പറയുമ്പോൾ ഒരു പൈശാചിക ഭാവമായിരുന്നു യാദവിൻ്റെ മുഖത്ത്. കൊന്നോളൂ, അയാൾ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നത് എനിക്ക് അപമാനം മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിൽ പോലും സ്നേഹത്തോടെ എൻ്റെ തലോടിയിട്ടില്ല. എൻ്റെ അമ്മയെ വാശി അടക്കി വാഴാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പോലും എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആണ്. അതും അയാളുടെ ഒരു പിടിയാവാൻ ചാൻസ് ഉണ്ട്. മനസ്സുകൊണ്ട് അയാളുടെ അമ്മയെ സ്നേഹിക്കുന്നില്ല. അയാൾക്ക് എല്ലാത്തിനോടും വാശിയാണ്. എല്ലാം നേടണം, എല്ലാം സ്വന്തമാക്കണമെന്ന്. അലക്സാണ്ടർ ഗ്രേറ്റ് ചക്രവർത്തിയുടെ വാശി. നോക്കിക്കോ, അതേപോലെ ആയിരിക്കും അയാളുടെ അവസാനം. സ്വന്തമെന്ന് കരുതുന്നവർ ആരും അയാളുടെ സ്വന്തമാവില്ല. മരിക്കുമ്പോൾ പോലും വെറും കൈയോടെ ഭൂമിയിൽ നിന്ന് അയാൾ പോകും. ഞാനത് കാണും, ഉറപ്പാണ്. ദേഷ്യത്തോടെ പറന്ന് അവൻ്റെ തോളിലായി യാദവ് തട്ടി. നിനക്ക് അയാൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്റെ അച്ഛനാണല്ലോ എന്നോർത്താണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ടീമിലെ അംഗങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം നിന്റെ പപ്പയും. എൻ്റെ കുടുംബത്തെ ഒന്നടങ്കം ചുട്ടരിച്ച് കൊന്നവനാണ് നിന്റെ പപ്പ. കോടികൾ അതിലൂടെ സമ്പാദിച്ചു. ധ്രുവ് പപ്പയും ഞാനും കൂടി രണ്ടാമത് ആദ്യം തൊട്ട് പണിതെടുത്തതാണ് ഇപ്പോൾ കാണുന്ന ഈ രാജ്പൂത് സാമ്രാജ്യം. യാദവ് പറഞ്ഞു തീർന്നതും ലിയോ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഐ ആം സോറി ഫോർ ദ ലോസ് ഓഫ് യുവർ ഫാമിലി, ലിയോ പറഞ്ഞു. അതെല്ലാം വിട്, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ, യാദവ് റാമും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഇവരാരും അറിഞ്ഞിരുന്നില്ല, ഇവരുടെ തൊട്ടു പിറകിൽ നിന്നുകൊണ്ട് ഒരാൾ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി പിടിക്കുന്നത് സാക്ഷാൽ റോബിൻസണും അവൻ്റെ വിശ്വസ്തനായ പോളും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ റോബിൻ പോളിനെ നോക്കി പറഞ്ഞു. നമുക്ക് പോകാം.
തിരിച്ച് കാറിലിരിക്കുമ്പോൾ പോൾ വണ്ടി ഓടിക്കുന്നിടയിൽ റോബിൻ്റെ മുഖത്ത് തന്നെ നോക്കി. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാർ, കുഞ്ഞു പറയുന്നൊന്നും മനസ്സിൽ വെക്കണ്ട. അവൻ ചെറിയ കുട്ടിയല്ലേ. സാറിൻ്റെ കഷ്ടപ്പാടുകളൊന്നും അവൻ മനസ്സിലാക്കുന്നില്ല. പതിയെ മനസ്സിലായിക്കൊള്ളുമെല്ലാം, പോൾ പറഞ്ഞു. ഇനി എപ്പോൾ മനസ്സിലാവാനാണ്? ഞാൻ പറഞ്ഞു കൊടുത്ത പ്ലാൻ അതേപോലെ എൻ്റെ ശത്രുവിനെ പോയി പറഞ്ഞു കൊടുക്കുന്നു. കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ഞാനെന്നും മരണമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. അവനും അതേ ശിക്ഷ നൽകേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. റോബിൻ പറഞ്ഞതും പോൾ ഞെട്ടലോടെ നോക്കി. അവൻ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞതിനേക്കാൾ എനിക്ക് വിഷമമായത് ഞാൻ പറഞ്ഞ കാര്യം അതേപോലെ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണ്. സോ ഹൂ ഇസ് സ്പൈ ഇൻ മൈ ഓഫീസ്? ഇറ്റ്സ് നൺ അതർ ദാൻ മൈ സൺ. എൻ്റെ കൂടെ നടന്ന് എൻ്റെ ചോരിൽ ജനിച്ചവൻ തന്നെ എന്നെ ചതിക്കുന്നു. എൻ്റെ തോൽവിക്ക് വേണ്ടി ശ്രമിക്കുന്നു. നമുക്ക് നോക്കാം, അച്ഛൻ ജയിക്കുമോ അതൻ മകൻ ജയിക്കുമോ എന്ന്. സാർ എന്താ ചെയ്യാൻ പോകുന്നത്? അയാൾ ഞേട്ടലോട് ചോദിച്ചു. എൻ്റെ പ്ലാനുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പോൾ. ഒന്ന് മാത്രം പറയാം, ഇതൊന്നും നീ ഇപ്പോൾ എൻ്റെ ഭാര്യ സാറിയെ അറിയിക്കണ്ട. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും ചേർത്ത് കിട്ടിയാൽ മതി. പിന്നെ ഓവർ ചെയ്ത് ടെൻഷൻ അടിച്ചിരിക്കും. അവൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ. എനിക്ക് വരാൻ പോകുന്ന കുഞ്ഞും സന്തോഷത്തോടെ തന്നെ ഭൂമിയിൽ ജനിക്കണം. അവളുടെ സന്തോഷം ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാ ടെൻഷനും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം. റോബിൻ ഗൗരവത്തിൽ പറഞ്ഞതും പോൾ തലയാട്ടി സമ്മതിച്ചു. ദിവസങ്ങൾ കോമ്പറ്റീഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. റോബിനും ഈഗിൾ ഗ്രൂപ്പിൽ വന്ന തൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതല്ലാതെ ലിയോയുമായി ഒരു കൂടിക്കാഴ്ച അവൻ മനഃപൂർവ്വം ഒരുക്കില്ല. ഇനി കണ്ടാൽ പോലും ഒന്ന് ചിരിക്കാൻ പോലും നിൽക്കാതെ രണ്ടുപേരും അവരുടെ വർക്കുകളിലേക്ക് മുഴുകി. രാവിലെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നിടയിലാണ് ശാലിനി തൻ്റെ ഒരു ആഗ്രഹം യാദവിനോട് പറഞ്ഞത്. എല്ലാ വർഷവും നടക്കുന്ന രാജസ്ഥാനിലെ കാളിമാതാവിൻ്റെ പൂജയിൽ ഈ കുടുംബം പങ്കെടുക്കാറുണ്ട്. നവദമ്പതികൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ പൂജയും പ്രാർത്ഥനയും ചെയ്യാറുണ്ട്. ഹർഷേട്ടന് ഒട്ടും വിശ്വാസമില്ലാതെയാണ് പൂജയ്ക്ക് പോയിട്ടുള്ളത്. അന്ന് അവിടെ പോയ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലമായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾക്ക് അതേ രൂപത്തിൽ തന്നെ നിന്നെ മകനായി കിട്ടിയത്. അവസാനത്തെ പൂജയും ചടങ്ങുകളിലും ഒന്നും വിശ്വാസമില്ലാതെ ഏട്ടൻ പോയില്ല. ചേച്ചി നിർബന്ധിച്ചിട്ട് കൂടി പോകാനും താല്പര്യം കാണിച്ചില്ല. നീ അതുപോലെ ആവരുത്. ഈ പൂജ കുറച്ച് പ്രത്യേകതയുള്ള പൂജയാണ്. 10 വർഷത്തിലൊരിക്കൽ മാത്രമേ അവിടെ മൃത്യുഞ്ജന പൂജ നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ കാളിമാതാ പൂജയിൽ നീയും ഇവളും പങ്കെടുക്കണം. വിവാഹത്തിലെ ദോഷങ്ങൾ മാറാനും നിന്റെ ആയുസ്സിന് വേണ്ടിയും അവിടെ പൂജ ചെയ്തേ പറ്റൂ. എനിക്ക് വേണ്ടി പോകരുത്, വിശ്വാസത്തോടെ പോകണം, ശാലിനി പറഞ്ഞു. പോകാം. യാദവ് ഒന്നും ചിന്തിക്കാതെ വേഗം തന്നെ പറഞ്ഞതും ശാലിനിയും ഞെട്ടലോടെ നോക്കി. ഒപ്പം വൈശാലിയും. എങ്കിൽ നാളെ തന്നെ പുറപ്പെട്. ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ പൂജ അവസാനിക്കാൻ. ശാലിനി പറഞ്ഞതും വൈശാലി അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് രാജസ്ഥാനിലെ ക്ഷേത്രവും പൂജയും നീ കണ്ടിട്ടില്ലല്ലോ. നാളെ തന്നെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. യാദവ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അന്നത്തെ ദിവസം ഓഫീസിൽ നിൽക്കുമ്പോൾ മൊത്തം വൈശാലിയുടെ മനസ്സിൽ ആ ക്ഷേത്രവും പൂജയുമായിരുന്നു. ഓഫീസിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് തിരിച്ചെത്തിയത്. ഫ്രഷായി ലാപ്ടോപ്പിൽ തൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ് അവൻ. മനസ്സിൽ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. ആ ക്ഷേത്രവും പരിസരവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. വൈശാലി തൻ്റെ മനസ്സിലുള്ളത് അതുപോലെ അവനോട് പറഞ്ഞു. എനിക്കും എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ക്ഷേത്രവും പരിസരവും എല്ലാം ഞാൻ മുൻപും പോയിട്ടുള്ളതാണ്. അവിടെ നിൽക്കുമ്പോൾ എനിക്കറിയുന്ന ഏതോ ഒരു വ്യക്തിയുമായി ഒരു കണക്ഷൻ തോന്നിയിരുന്നു. ഒരുപക്ഷെ നീ തന്നെയായിരിക്കും എൻ്റെ മഹാലക്ഷ്മി. നീയാണല്ലോ. നാളെ നിന്റെ കൂടെ അതേ സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ എനിക്കുള്ള ഫീലിംഗ് അതാണ്. അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി. എന്തെങ്കിലും ആപത്തുണ്ടാവുമോ? അവൾ അവൻ്റെ മടിയിലായിരുന്നു കൊണ്ട് ചോദിച്ചു. ഇനിയും ഞാൻ തോറ്റുപോകുമോ മഹാ? ഒരുപാട് ജന്മങ്ങൾ ഞാൻ തോറ്റുപോയിരിക്കുന്നു. നിന്നെ സ്വന്തമാക്കാൻ കഴിയാതെ, നിന്നെ നേടാൻ കഴിയാതെ. ഇനിയും ഒരു മനുഷ്യജന്മം എനിക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതെൻ്റെ അവസാനത്തെ മനുഷ്യജന്മമായിരിക്കും. ഈ കഥയിൽ വില്ലൻ ഞാനല്ലല്ലോ മഹാ. ഈ കഥയിലെ രാവണനല്ലേ മരിക്കേണ്ടത്? രാവണവധം കേട്ടിട്ടില്ലേ? അവൻ എന്തു മനസ്സുറപ്പിച്ച് പറഞ്ഞതും അവൾ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഇനിയും എനിക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവനിൽ നിന്നും പോകും ഹർഷ. എനിക്കിനി ഒറ്റയ്ക്കൊരു ജീവിതം കഴിയില്ല. അവൾ കണ്ണു നിറച്ചു പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ ചെറുതായി ഒന്ന് മുത്തി. നീ എന്തായാലും സാധനങ്ങൾ പാക്ക് ചെയ്യുക. നാളെ മോർണിംഗ് ഫ്ലൈറ്റ് ആണ്, അവൻ പറഞ്ഞു. അവൾ ഉടനെ തന്നെ രണ്ടുപേരുടെയും സാധനങ്ങൾ പാക്ക് ചെയ്തു. മഹാരാണ പ്രതാപ് എയർപോർട്ടിൽ ഒരു 9 മണിക്ക് എത്തിയവർ. ഉദയ്പൂർ എന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പാലസ് ഉള്ളത് ജയ്പൂരിലാണ്. ആംബർ പാലസ് എന്ന് പറയും. രാജ്പുത് വംശത്തിൻ്റെ അടയാളം തന്നെയാണ് ആ പാലസും അവിടുത്തെ കൾച്ചറെല്ലാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7-8 മണിക്കൂർ ദൂരമുണ്ടാകും. നമ്മുടെ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം സമയമുണ്ടെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കാണാം, അവൻ അവളുടെ കൂടെ ടാക്സിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ മറുപടിയിൽ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പുറത്തുള്ള ഓരോ കാഴ്ചകളും അവൾക്ക് പുതുമയായിരുന്നു. അവരുടെ തന്നെ രാജസ്ഥാൻ ഓഫീസ് ബ്രാഞ്ചിലെ ഒരു സ്റ്റാഫായിരുന്നു പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതും ഇവർക്ക് വേണ്ടി 5 സ്റ്റാർ ഹോട്ടലിലേക്ക് റൂം ബുക്ക് ചെയ്തതും. അവർ കുളിച്ച് ഫ്രഷ് ആയ ശേഷം രാജസ്ഥാനി ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.
അതിനുശേഷം ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന ഉദയ്പൂരിൻ്റെ ചരിത്ര സംബന്ധമായ കോട്ടകളിലും തടാകങ്ങളിലുമെല്ലാം അവൻ അവളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഒരു ചെറിയ കുട്ടിയെ പോലെ എല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അവൾ തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തി. സ്വർണവും വെള്ളിയും അങ്ങനെ ആഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞ മാർക്കറ്റുകൾ, പലതരത്തിലുള്ള സംഗീതോപകരണങ്ങൾ, അടുക്കളയിലേക്ക് വേണ്ട വെള്ളിയും ചെമ്പും കൊണ്ട് നിർമ്മിച്ച രാജസ്ഥാനി മോഡൽ പാത്രങ്ങൾ, അങ്ങനെ കൗതുകമുണർത്തുന്ന പലതും അവൾ വാങ്ങിക്കൂട്ടി. വൈകുന്നേരമാണ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത്. അവൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ അവൻ ഒരു ആഡംബര കാർ നൽകിയിരുന്നു. അതേ ഉദയ്പൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഉള്ളിലോട്ടുള്ള ഒരു വനപ്രദേശമാണ് ഈ കാളിമാതാവിൻ്റെ അമ്പലമുള്ളത്. വണ്ടി താഴെ പാർക്ക് ചെയ്ത് ഒത്തിരി മല കയറിയാൽ ആണ് അമ്പലം കാണുക. ചുറ്റും താമസിക്കുവാനായിട്ടുള്ള കുടിലുകളും ഭക്ഷണശാലകളും എല്ലാം ഉണ്ട് അവിടെ. അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ അവരെ സ്വാഗതം ചെയ്യാനായി അവിടെ ഗുരുജി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വരുമെന്ന് ധ്രുവ്ജി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? നിന്റെ ആയുസിന്റെ ബലമായ പാതിയെ തന്നെ നിനക്ക് കിട്ടിയില്ലേ? അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഗുരുജി ചോദിച്ചതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ച് അതേ ഭാഷയിൽ മറുപടി നൽകി. അതെ, എൻ്റെ ആയുസിന്റെ ബലം തന്നെയാണ് ഇവൾ. അവരുടെ സംഭാഷണത്തിൽ നിന്നും ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. വരൂ, ആദ്യം പോയി കുളിച്ച് ശുദ്ധീകരിച്ച് പൂജാകർമ്മങ്ങൾ ചെയ്യാം. അതിനുശേഷം കുട്ടികളുണ്ടാവാൻ വേണ്ടി ആൽമരത്തിൽ നിന്റെ ഭാര്യ ഒരു തൊട്ടിൽ കെട്ടിയിടണം. മൃത്യുഞ്ജന ഹോമം ചെയ്യേണ്ടത് രാത്രിയാണ്. ഇന്ന് 1000 പൗർണമിയാണ്. ഇന്നത്തെ ദിവസം നിന്റെ നാള് വെച്ച് ഞങ്ങൾ ഇവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഉരുവിടുന്ന ഓരോ മന്ത്രത്തിനും നിന്റെ ആയുസിന്റെ ബലമുണ്ട്. ശത്രുദോഷമുണ്ട് നിനക്ക്. നിന്റെ ശത്രുവിന്റെ കണ്ണുകൾ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ജീവൻ തന്നെ എടുക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കഴുകൻ കണ്ണുകൾ. പക്ഷേ ഈ ജന്മം നിന്നെ കാളിമാത തോൽപ്പിക്കില്ല. നിനക്ക് നേരെ ആര് വന്നാലും അവരെ ഭസ്മമാക്കി കളയും മാതാജി. ശത്രുവിന്റെ മരണമാണ് മോനെ കാണുന്നത്. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുജി പറഞ്ഞതും യാദവ് എല്ലാം ഗൗരവത്തോടെ തന്നെ കേട്ടു നിന്നു. ഒന്നും മനസ്സിലാതെ നിന്നവൾ അവനെ തോണ്ടി. ഗുരുജി അത് കണ്ട് അവളെ നോക്കി ചിരിച്ചു. മോനെ, നവദമ്പതികൾ ആദ്യം ചെയ്യേണ്ടത് പോയി കുളിച്ച് ശുദ്ധീകരിച്ച ശേഷം ഞാൻ പറഞ്ഞ പോലെ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ചെമ്പിൻ്റെയോ ഏതെങ്കിലും ഒരു കുഞ്ഞു തൊട്ടിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിടുകയാണ്. പിന്നെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പൂജയിൽ പങ്കെടുക്കുക. എല്ലാം ശരിയാവും. അതും പറഞ്ഞുകൊണ്ട് ഗുരുജി അവളുടെ നെറ്റിയിലായി കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. ഗുരുജി തൻ്റെ അടുത്തുള്ള ഒരു സഹായിയെ നോക്കി വിളിച്ചു. ഇവർക്കൊരു മുറി കാണിച്ചു കൊടുക്കൂ. അയാളോട് പറഞ്ഞ ശേഷം വീണ്ടും അവനെ നോക്കി പറഞ്ഞു. മോനെ, ഒരുപാട് പേർ ദൂരത്തു നിന്ന് വന്നവരുണ്ട്. ഏറ്റവും നല്ല വൃത്തിയുള്ള കുടിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സസ്യാഹാരം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഗുരുജി, എനിക്ക് മുമ്പ് ഇവിടെ എൻ്റെ അച്ഛൻ വന്നപ്പോൾ എടുത്ത അതേ മുറി ഇപ്പോൾ ലഭിക്കുമോ? അതേ കുടിൽ തന്നെ ഞാനും എൻ്റെ ഭാര്യയും ഇപ്രാവശ്യവും താമസിച്ചോളാം. യാദവ് പറഞ്ഞതും അവനെ നോക്കി ഗുരുജി പുഞ്ചിരിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, നിന്റെ അച്ഛൻ ഇവിടെ വന്നതും ഒട്ടും വിശ്വാസമില്ലാതെ അവൻ്റെ പത്നിയുടെ കൂടെ പൂജാകർമ്മങ്ങൾ ചെയ്തതുമെല്ലാം അതേ കുടിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഗുരുജി പറഞ്ഞതും അവൻ സന്തോഷത്തോടെ അയാളെ ആലിംഗനം ചെയ്തു. അവളെയും കൂട്ടി ആ കുടിലിൽ അവൻ കയറി. ഏകദേശം ഒരു 10-60 വർഷത്തെ പഴക്കം കാണും. പക്ഷെ നല്ല വൃത്തിയുണ്ട്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടിൽ. നിലത്ത് ചാണകം മെഴുകിയ തറ. ഭിത്തിയിലായി ഓരോ അറകളിൽ ശരറാന്തൽ വിളക്കുകൾ തെളിയിച്ചു വെച്ചിരിക്കുന്നു. മൺകൂജയിലായി വെള്ളവും നല്ല മരത്തിൻ്റെ കട്ടിലും ഒരു ബാത്റൂം കൂടിയുണ്ട്. എല്ലാം പഴയ പോലെ. അവൻ ചുറ്റുമൊന്ന് നോക്കി കണ്ണടച്ചു നിന്നു. എന്തൊക്കെയോ ഓർമ്മകൾ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആദ്യമായി അവളെ കൂട്ടി ഇങ്ങോട്ട് വന്നതും അവരുടെ ഇടയിൽ സംഭവിച്ച ചില മധുരമായ ഓർമ്മകളും അവൻ്റെ തലയിലൂടെ കടന്നുപോയി. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തോർത്തിങ്ങനെ പുഞ്ചിരിക്കുന്നത്? എനിക്ക് നിങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല. എന്താ ഇനി ചെയ്യേണ്ടേ? അവൾ ചോദിച്ചതും അവൻ അവളെ ഉന്തിത്തള്ളി ബാത്റൂമിൽ കയറ്റി. ഞാൻ പറഞ്ഞു തരാം. ആദ്യം നീ പോയി കുളിച്ചിട്ട് വാ. എന്നിട്ട് നമ്മൾ പൂജ ചെയ്യാനും പോകുന്നു. ഗുരുജി പറഞ്ഞ പോലെ ഒരു തൊട്ടിലും കെട്ടുന്നു. അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ നോക്കി. തൊട്ടിലോ? അതെ, തൊട്ടിൽ. എന്ന് നീയും ഞാൻ മാത്രം മതിയോ? നമുക്കൊരു കുഞ്ഞുകൂടി വേണ്ടേ? അവൻ പറഞ്ഞതും അവൾ നാണിച്ചുകൊണ്ട് വേഗം വാതിലടച്ചു. അവളുടെ നാണം കണ്ടുകൊണ്ട് അവൻ ബെഡിൽ പോയിരുന്നു. വീട്ടിലേക്ക് വിളിച്ച് ഇവിടെ എത്തിയ വിവരമെല്ലാം അറിയിച്ചു. കുളി കഴിഞ്ഞ ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് പൂജാകർമ്മങ്ങൾ ചെയ്യാൻ പോയത്. രണ്ടുപേരും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. ഹർഷവർദ്ധൻ വിശ്വാസമില്ലാതെയാണ് പ്രാർത്ഥനകളും പൂജയും ചെയ്തതെങ്കിൽ ഇവിടെ യാദവ് പൂർണ്ണ വിശ്വാസിയായിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തത്. അവളുടെ കൂടെ നിന്നുകൊണ്ട് അവൻ സ്വർണത്തിൻ്റെ ഒരു ചെറിയ തൊട്ടിലിൻ്റെ രൂപത്തിൽ ഒരെണ്ണം വാങ്ങി ആൽമരത്തിൻ്റെ പൂജിച്ചുകൊണ്ട് കെട്ടി. എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോൾ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. എല്ലാ കർമ്മങ്ങളും ചെയ്ത ശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദവും കൂടി കഴിച്ച ശേഷമാണ് അവർ തിരിച്ച് കുടിലേക്ക് പോയത്. യാദവിൻ്റെ നാളും ജാതകവും എല്ലാം തന്നെ ഗുരുജിയുടെ കൈപ്പക്കലുണ്ടായിരുന്നു. പൗർണമിയുടെ സമയം നോക്കിക്കൊണ്ട് അവന് വേണ്ടിയുള്ള ഹോമങ്ങൾ പ്രത്യേകം ചെയ്യുമെന്ന് അവനോട് പറഞ്ഞുകൊണ്ടാണ് അവരെ ഗുരുജി യാത്രയാക്കിയത്. ഇപ്പോൾ സമയം ഏകദേശം 10 മണി ആവാനായിട്ടുണ്ടാവും. അമ്പലത്തിലെ പ്രസാദം മാത്രം കഴിച്ചതുകൊണ്ടായിരിക്കും അവർക്ക് ചെറുതായി വിശന്നിരുന്നു. പാള കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളിൽ അവർക്കായി ചപ്പാത്തിയും പരിപ്പ് കറിയും പിന്നെ കുറച്ച് പച്ചക്കറികളും ഇത്തിരി ചോറും എല്ലാം ചേർത്ത് നൽകിയിരുന്നു. യാദവ് കഴിക്കുന്നത് പോലെ ഇത്തിരി നെയ്യൊഴിച്ച് അവൾ അവൻ്റെ കൂടെ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു.
ശരിക്കും എനിക്ക് ഇവിടെ മുൻപ് വന്നതുപോലെ ഇപ്പോൾ തോന്നുന്നുണ്ട്. അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ കൂടെ ഇങ്ങനെ പ്രസാദം കഴിച്ചപ്പോഴുമെല്ലാം. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് താൻ കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകാൻ വേണ്ടി പുറത്തുപോയി. പുറത്തുള്ള പൈപ്പിന്റെ ചുവട്ടിൽ വെച്ച് അവൻ അവളുടെയും പാത്രങ്ങൾ കഴുകി. ഒപ്പം കൈയും വായും മുഖവും എല്ലാം കഴുകി ഉള്ളിലേക്ക് കയറി. എന്തായാലും നിനക്കൊന്നും തോന്നിയില്ല അല്ലേ? അവൾ നിരാശയോടെ പറഞ്ഞതും അവൻ ബെഡിലിരുന്ന് അവളോട് ഇരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണോ നിന്റെ സംശയം? എനിക്കെല്ലാം കൃത്യമായ ഓർമ്മയുണ്ട്. ഇവിടെ ഇതിനു മുൻപ് വന്നതും ഈ മുറിയിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. അവൻ ബാക്കി പറയുന്നത് അവളെ നോക്കി. ഒരുമിച്ച്? വൈശാലി സംശയത്തോടെ അവനെ നോക്കി. ഐ കിസ്ഡ് യു ഫ്രം ഹിയർ. നമ്മൾ വിവാഹം കഴിഞ്ഞ ശേഷം കുറച്ച് ഇൻറ്റിമേറ്റായി പെരുമാറിയത് ആദ്യം ഇവിടെ വെച്ചാണ്. അതേ ഫ്രഷ്നെസ് ഇപ്പോഴും ഈ മുറിയിൽ എനിക്ക് തോന്നുന്നു. അവൻ അവളെ നോക്കി പ്രണയത്തോടെ പറഞ്ഞപ്പോൾ അവൾ നാണത്തിൽ തല താഴ്ത്തി. വിഷയം മാറ്റാൻ എന്ന രീതിയിൽ അവൾ അവനോട് പറഞ്ഞു. ഇപ്പോൾ ഇപ്പോൾ പൗർണമി ആയിട്ടുണ്ടെങ്കിൽ മൃത്യുഞ്ജന ഹോമവും ചെയ്തു കാണുമല്ലേ? അവൾ ചോദിച്ചു. ചെയ്യും. ആ സമയത്താണ് കാളിദേവി കൂടുതൽ ശക്തി ആർജിക്കുന്ന സമയം. എന്ത് പ്രാർത്ഥിച്ചാലും അപ്പോൾ നടക്കുമെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു. ആണോ? എങ്കിൽ നമുക്ക് കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചാലോ? തൊട്ടിൽ കെട്ടിയതിൻ്റെ കൂടെ പ്രാർത്ഥന കൂടി ആയാൽ ഒന്നുകൂടി സ്ട്രോങ് ആവും. നമുക്കും അമ്പലത്തിൽ ഇരിക്കുന്ന ആ ഭക്തരുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിച്ചാലോ? അവൾ കാര്യമായി പറഞ്ഞതും അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെവിയിലായി സ്വകാര്യം പറഞ്ഞു. അതിന് തൊട്ടിൽ കെട്ടിയാൽ മാത്രം പോരാ, ഞാൻ പണി കൂടി എടുക്കണം. ഇപ്പോൾ നല്ല സമയമാണ്. നീ സമ്മതിച്ചാൽ ഞാൻ ട്രൈ ചെയ്യാം. അവൻ അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞതും അവൾ അവനെ വേഗം തള്ളി മാറ്റി. പ്രാർത്ഥിക്കേണ്ട സമയത്താണ് ഇങ്ങനെയുള്ള വർത്തമാനം? കഷ്ടം. അവൾ പറഞ്ഞതും അവൻ പൊട്ടിച്ചിരിച്ചു. എനിക്ക് വിശ്വാസമുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ഞാനൊരു അന്ധവിശ്വാസിയല്ല. കുഞ്ഞിന് വേണ്ടി തൊട്ടിൽ മാത്രം കെട്ടിയാലൊന്നും കുഞ്ഞ് ജനിക്കില്ല. കുഞ്ഞിന് വേണ്ടി ശ്രമിക്കണം. അതിന് ഞാനും നീയും ഒന്നാവണം. അതും ഒരു വട്ടം മാത്രമല്ല, പലവട്ടം. നീ ഇതുപോലെ എന്നെ തള്ളിമാറ്റി കളഞ്ഞാൽ പിന്നെ എങ്ങനെയാ കുഞ്ഞുണ്ടാവുക? ഇന്ന് എന്തായാലും നല്ല ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അവൻ പറഞ്ഞതും അവൾ വീണ്ടും പുതപ്പെടുത്ത് പൊതിച്ചുകൊണ്ട് ചെരിഞ്ഞു കിടന്നു. ഇതാണ് പ്രശ്നം. ഇങ്ങനെ ചെരിഞ്ഞു കിടാനൊന്നും ഞാൻ വിടൂല മഹാ. അവൻ അവളെ പിന്നിലൂടെ പുണർന്നു. പെട്ടെന്ന് അവളുടെ ഓർമ്മയിൽ ചില രംഗങ്ങൾ ഓർമ്മ വന്നു. ഇതിനു മുൻപ് അവർ തമ്മിൽ സംഗമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം അവൾക്ക് തോന്നി. ഹർഷ പതുക്കെ വിളിച്ചതും അവളെ അവൻ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു. എന്നെ നീ ഹർഷ എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹം തോന്നുന്നത്. ഇപ്പോൾ സ്നേഹം മാത്രമല്ല, കാമവും തോന്നുന്നുണ്ട്. അവൻ അവളുടെ ചെവി നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ മുമ്പ് സംഭവിച്ചു പോയാൽ തോന്നുന്നു, അവൾ പറഞ്ഞു. അവൻ അവളെ തിരിച്ചു കിടത്തി. തോന്നലല്ല, സംഭവിച്ചതാണ്. ഇതേ മുറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ കവിളിൽ, മൂക്കിൽ. അവളുടെ ശ്വാസം തന്നെ നിലയ്ക്കുമെന്ന് തോന്നി. ശ്വാസം എടുക്കടി. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ പ്രത്യേക ടോണിൽ കളിയാക്കി പറഞ്ഞതും അവളുറക്കെ പൊട്ടിച്ചിരിച്ചു. പതുക്കെ അവളുടെ ഉടയാടകൾ ശരീരത്തിൽ നിന്നും മാറി. വീണ്ടും ഒരു സംഗമത്തിന് അമ്മ ഒരു സാക്ഷ്യം വഹിച്ചു. ഇതേ സമയം പൂജാകർമ്മങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഇതേ സമയം രാജസ്ഥാനിലെ ജോധ്പൂർ നഗരത്തിൽ സാറയുടെ ഒപ്പം റോബിനും ഉണ്ടായിരുന്നു. കൂടെ സഹായിയായി പോളെങ്കിലും മകൻ ലിയോയും ചാരുവും. സാറ റോബിൻ്റെ കൂടെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ലെന്ന ലിയോയുടെ വാശി കാരണം ലിയോയും അവളും കൂടി രാജസ്ഥാനിൽ വന്നു. തൻ്റെ കൂടെ തൻ്റെ ഭർത്താവും തൻ്റെ മകനും തൻ്റെ ഭാവിയും മരുമകളും എല്ലാം കൂടി ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അവൾ പതിവിലും സന്തോഷവതിയായിരുന്നു. സാറ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ചെറിയൊരു ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റോബിൻ അവളെ കൂട്ടി രാജസ്ഥാനിലേക്ക് വന്നത്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നീക്കം എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. തൻ്റെ മകനാൽ ലിയോ കൂടെ വന്നത് അവനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ തൻ്റെ ഭാര്യയ്ക്ക് തന്നേക്കാൾ പ്രിയം മകനായതുകൊണ്ട് തന്നെ അവനത് എതിർത്തില്ല. തെരുവുകളിലൂടെ നടക്കുമ്പോഴെല്ലാം തൻ്റെ കൈ പിടിച്ച് നടക്കാതെ മകൻ്റെയും മരുമകളുടെ കൂടെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന അവളെ പിന്നിൽ നടക്കുന്ന റോബിൻ വിഷമത്തോടെയും അസൂയയുടെയും നോക്കി നടന്നു. മാഡം നല്ല സന്തോഷത്തിലാണല്ലോ സാർ. ശരിക്കും സാർ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതാണോ ഇവിടെ? പോൾ ചോദിച്ചു. എൻ്റെ കൂടെ മാത്രമാണ് പോൾ. എൻ്റെ ഭാര്യ സന്തോഷമല്ലാതിരിക്കുന്നത്. അവളുടെ മകൻ്റെ കൂടെയും ഭാവി മരുമകളുടെ കൂടെയും എല്ലാം അവൾ സന്തോഷവതിയാണ്. ശരിക്കും അവൻ പറഞ്ഞതുപോലെ ഞാൻ അവളെ തടവിട്ടിരിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? റോബിൻ ചോദിച്ചു. എന്നെങ്കിലും സാറിൻ്റെ സ്നേഹം മാഡം മനസ്സിലാക്കും. പക്ഷേ പോൾ പറഞ്ഞു നിർത്തി. പക്ഷേ റോബിൻ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ സാറിന് എന്നോട് ദേഷ്യം തോന്നരുത്. സാറിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും സാറിനത് പ്രകടിപ്പിക്കാൻ അറിയില്ല. സാറ് മാഡത്തിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ശാരീരികമായി ഉപദ്രവിച്ചു എന്നല്ല, മാനസികമായി. പ്രണയം ചതിയിലൂടെ നേടിയെടുത്തത് പോലെയാണ് മാഡം കരുതുന്നത്. ബലമായി അവരെ കീഴ്പ്പെടുത്തുകയും അവരിൽ ഒരു മകനുണ്ടാവുകയും ചെയ്തു. സാർ ഒരിക്കൽ പോലും ലിയോ എങ്ങനെയാണോ വളർന്നെന്നോ അവനൊന്ന് സ്നേഹത്തോടെ ഒരു അച്ഛൻ എന്ന രീതിയിൽ തലോടുകയോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ കണ്ണുനീര് മാത്രമാണ് സാറിൻ്റെ മകൻ കണ്ടിട്ടുള്ളൂ. ഇനിയെങ്കിലും സാർ ഒന്ന് മാപ്പ് പറഞ്ഞ് പഴയതെല്ലാം ആത്മാർത്ഥമായി രണ്ടുപേരോടും പറയുകയാണെങ്കിൽ പക്ഷേ വീണ്ടും ഒരു കുടുംബജീവിതം സാറിന് ലഭിക്കും. പോൾ പറഞ്ഞു തീർന്നതും റോബിൻ അയാളെ നോക്കി പൂച്ഛിച്ചു. ഞാൻ ക്ഷമ പറയണമെന്നല്ലേ? എങ്കിൽ റോബിൻ മരിച്ചു എന്ന് കരുതുക മിസ്റ്റർ പോൾ. അവളെ നോക്കി അവളുടെ മകനെയും നോക്കി ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കോടികൾ എൻ്റെ ബാങ്ക് ബാലൻസ്
എനിക്കുണ്ടാവുമോ? ഇൻ്റർനാഷണൽ ലെവലിൽ ടോപ്പ് 1 ബിസിനസ്മാനാണ് ഞാൻ. ഞാൻ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളും എൻ്റെ സമ്പാദ്യവും ഒന്നും ഒരു രാത്രി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ കോടികളും സ്വത്തുക്കളും എല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത് ആരുടെ പേരിലാണെന്ന് നിനക്കറിയുമോ? എൻ്റെ ഭാര്യയുടെ പേരിൽ. അവൾക്കതറിയില്ല, അറിയുകയും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരാളുടെ തോക്കിൻ തുമ്പിൽ നിന്ന് ഞാൻ മരിച്ചുപോയാൽ അവൾ ഒറ്റയ്ക്കാവരുതെന്ന് കരുതി മാത്രമാണ് എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ അത് കരുതി പെട്ടെന്ന് ഞാൻ മരണത്തിന് മുന്നിൽ തോറ്റുപോവില്ല. അവസാന ശ്വാസം വരെ ഈ ലോകം തൻ്റെ സ്വന്തം കാൽച്ചുവട്ടിലാക്കി നേടിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ടെല്ലാം ഞാൻ സാറയുടെ കാലിൽ വെച്ചുകൊണ്ട് പറയും, നിന്നെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് ഞാൻ ഒന്നിനെ സ്നേഹിച്ചിട്ടില്ല സാറ. എൻ്റെ പണവും പ്രശസ്തിയുമെല്ലാം നിനക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ അവൾ പുച്ഛിക്കും. അവൾ പറയും, പണം കൊണ്ടുപോയി ഒന്നും നേടാൻ കഴിയില്ല എന്ന്. അത് വിഡിത്തമാണ്. പണമില്ലാത്തത് കൊണ്ട് സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. നിനക്കറിയില്ലേ എൻ്റെ കഥ മുഴുവൻ. പണമുള്ളവനെ ബഹുമാനമുള്ളൂ, പണമുള്ളവനെ വിലയുള്ളൂ. അവൾക്കൊരു കാലത്ത് മനസ്സിലാവുമെല്ലാം. എൻ്റെ ഈ കുഞ്ഞു കൂടി ഭൂമിയിലേക്ക് വരട്ടെ. ഒരച്ഛൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ അവളുടെ മുന്നിൽ പ്രകടിപ്പിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കും. ആ കുഞ്ഞിന് വേണ്ടി ലോകം തന്നെ ഞാൻ നേടിക്കൊടുക്കും. അവൻ പറഞ്ഞത് കേട്ട് പോൾ അയാളെ തന്നെ നോക്കി നിന്നു. സാറിൻ്റെ ഭാര്യയെ പറ്റിയും ജനിക്കാൻ പോകുന്ന മകനെ പറ്റിയും എല്ലാം പറഞ്ഞു. പക്ഷേ ഇതിനു മുൻപ് ജനിച്ച മകനായ ലിയോ, അവനെപ്പറ്റി എന്താണ് ചിന്തിക്കാത്തത്? അവനെ എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ ശ്രമിക്കാത്തത്? അയാൾ ചോദിച്ചു. റോബിൻ വീണ്ടും ഒരു പുച്ഛഭാവം മുഖത്ത് വരുത്തി. അവൻ പറഞ്ഞത് നീ കേട്ടതല്ലേ, എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന്. സോറി, ശ്രമമല്ല, കൊല്ലണമെന്ന്. ഈ നിമിഷം വരെ ഞാൻ ഇപ്പോഴും അവനോടത് ചോദിക്കാതിരിക്കുന്നത് എൻ്റെ മകനല്ലേ എന്ന് കരുതി മാത്രമാണ്. ഇനിയും അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ ഉറപ്പാണ് പോൾ, അവൻ എന്നെ കൊല്ലുന്നതിന് മുൻപ് അവനെ ഞാൻ കൊന്നിരിക്കും. എന്നെ ചതിക്കുന്നത് തന്നെ എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. അവനെ ഞാനൊരു ചാൻസ് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇനിയും അവൻ എന്നെ ചതിച്ചാൽ ഐ വിൽ കിൽ ഹിം. അവൻ്റെ അസ്ഥി പോലും ഞാൻ എൻ്റെ ഭാര്യയെ കാണിക്കാൻ കൊടുക്കില്ല. പൈശാചിക ഭാവത്തോടെ പറയുന്ന അവനെ പോൾ ഞെട്ടലോടെ നോക്കി. റോബിൻ അപ്പോൾ സാറെ നോക്കുകയായിരുന്നു. ലിയോ വാങ്ങിച്ചു കൊടുത്ത എന്തോ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന പെണ്ണ്. ഒപ്പം രണ്ടുപേർക്കും വായിൽ വെച്ച് കൊടുക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. അവൻ അവളുടെ നേരെ നടന്നു. അവൾക്ക് മുമ്പിൽ വാ തുറന്നു. ലിയോ ദേഷ്യത്തോടെ തലതിരിച്ചു. അവനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല റോബിൻ തൻ്റെ മമ്മിയുടെ അടുത്ത് അടുപ്പം കാണിക്കുന്നത്. സാറ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ ചാരു പതുക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു, പപ്പ കുറേ നേരമായി വാ പൊളിച്ച് നിൽക്കുന്നു, പപ്പയ്ക്കും കൊടുക്ക്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റോബിൻ അവൾക്ക് നേരെ ഒരു പുഞ്ചിരി നൽകി. സാറ പതുക്കെ കയ്യിലുള്ള സ്ട്രീറ്റ് സ്വീറ്റ്സിൽ നിന്നും ഒരെണ്ണം അവൻ്റെ വായിൽ വെച്ചതും അവനവളുടെ വിരലടക്കം നുണഞ്ഞു. ലിയോ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നതും ചാരു നാണത്തോടെ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. സാറ പിന്നാലെ പോകാൻ നിന്നതും അവൻ പിടിച്ച് ലോക്ക് ചെയ്തു അവളെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസമായി. ഇത്രയും നേരം നീ എൻ്റെ മകൻ്റെയും മരുമകളുടെയും കൂടിയാണ്. എന്നെയും നോക്കുന്ന കൂടിയില്ല. ഇനിയും നോക്കിയില്ലെങ്കിൽ ഞാൻ നിന്നെയും കൂട്ടി എൻ്റെ റൂമിൽ പോകും. നിങ്ങളെപ്പോലെ ഈ പൊരിവേലത്ത് നടക്കാൻ എനിക്ക് ഭ്രാന്തില്ല. അവൻ പറഞ്ഞതും അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു. ചിരി വന്നെങ്കിലും അവൻ ചിരി മറച്ചു പിടിച്ചു. ഇവിടെ അടുത്ത് ഒരു കാളിമാത അമ്പലമുണ്ട്. ഇന്നത്തെ ദിവസം അവിടെ എന്തോ പ്രത്യേക ഹോമമുണ്ട് പോലും. അത് മൃത്യുഞ്ജയ ഹോമം എന്നൊക്കെ കേട്ടത്. ആയുസ് നീട്ടിക്കിട്ടുന്ന ഹോമമാണ്. നമ്മൾക്കും ഇന്നത്തെ ദിവസം ആ അമ്പലത്തിലേക്ക് പോയാലോ? അമ്പലത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ റോബിൻ്റെ മുഖത്ത് ചിരി വന്നു. അവൻ മനസ്സിൽ കൂട്ടിയ കാര്യങ്ങൾ അവന് മാത്രമേ അറിയൂ. അതിലെന്തൊരു പന്തികേട് തോന്നി അവൾക്ക്. പൂജയും കർമ്മങ്ങളൊക്കെ ഹൈന്ദവ വിശ്വാസത്തിലുള്ളവർക്കല്ലേ, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ. നമ്മൾക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ ഇന്ന് തൊട്ടാണ് എൻ്റെ ആയുസ്സിന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ ചത്താൽ അത്രയും നല്ലതെന്ന് കരുതുന്ന കൂട്ടത്തിലൊരാളല്ലേ നീ. അവൻ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ നടക്കുന്ന സാറേ അവൻ ഒന്നുകൂടി ഇടുപ്പിൽ പിടിച്ചു. ഇപ്പോൾ ഒന്നും കൂടി തടി കൂടി. യു ലുക്ക് സോ ചബ്ബി. നമ്മുടെ ആദ്യത്തെ മകനെ പ്രസവിക്കുമ്പോഴും ഇതേപോലെയായിരുന്നു. നല്ല രസമായിരുന്നു അപ്പോൾ നിന്നെ കാണാൻ. ഇപ്പോഴും അതേ ഒരു ഗ്ലോ, അതേ സോഫ്റ്റ്നെസ്. അവളുടെ ഇടുപ്പിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ ഒന്നുകൂടി മുറുക്കെ പിടിക്കുകയാണ് ചെയ്തത്. ഈ തടിയൊക്കെ എനിക്ക് കുറയ്ക്കാൻ പറ്റും. ഞാനും ചാരുമോളിൻ്റെ കൂടെ ജിമ്മിൽ ചേരും. മോൾ എന്ത് സുന്ദരിയാ. നല്ല നീളവും പാകത്തും തടിയും മാത്രമേ അളക്കുള്ളൂ. നല്ല പെർഫെക്റ്റ് ഫിറ്റാണ് മോൾ. സാറ പറഞ്ഞതും അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. നീ അവളെയും അവനെയും നോക്ക്. അവർ രണ്ടുപേരും ഏകദേശം ഒരേ ഹൈറ്റാണ്. നീയും ഞാനും നോക്ക്. 5 അടി കറക്റ്റ് ഉണ്ടോ നീ? എൻ്റെ നെഞ്ചിൻ്റെ അവിടെയാണ് നിൻ്റെ തല. പിന്നെ പണ്ടേ നീ ഉരുണ്ടിട്ടാണ്. ഞാൻ ഇതുവരെ നിന്നെ സ്ലിം ഫിഗറായി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല നീ ആ കുട്ടിയെപ്പോലെ ആവുമെന്ന്. റോബിൻ കളിയായി പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു. പതുക്കെ നടക്ക്. മൈ ബേബി ഈസ് ഇൻസൈഡ് യു. എന്തിനാണ് ദേഷ്യം? ഞാൻ സത്യമല്ലേ പറഞ്ഞത് എൻ്റെ സാറേ. നിന്നെ ഞാൻ സ്നേഹിച്ചത് നിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? യു ആർ ബ്യൂട്ടിഫുൾ. അത് ഞാൻ എഗ്രി ചെയ്യാം. പക്ഷേ ഞാൻ സ്നേഹിച്ചത് നിൻ്റെ മനസ്സിനെയാണ്. ഐ ഡോണ്ട് കെയർ വെദർ യു ആർ ഫിറ്റ് ഓർ ചബി. നീ എങ്ങനെ ഇരുന്നാലും എൻ്റെ പെണ്ണാണ്. ഐ വിൽ മേക്ക് ലവ് ടു യു. അതിനി ഏത് രൂപത്തിലും പ്രായത്തിലും നീ ആയാലും ഞാൻ ഇതേ ആറ്റിറ്റ്യൂഡായിരിക്കും. എന്നെപ്പോലൊരു ചെകുത്താൻ്റെ മുന്നിൽ വീണുപോയൊരു മാലായ കൊച്ചാണ് നീ. നിൻ്റെ മനസ്സിൻ്റെ നന്മയും നിന്നെ എനിക്കൊരു പ്രത്യേകതരം കിക്ക് തരുന്ന എൻ്റെ മുമ്പിൽ മാത്രം കാണുന്ന നിൻ്റെ പേടിയും വിറയലും
ശരിക്കും ഞാൻ നിന്റെ യജമാനും നീ എൻ്റെ അടിമയും പോലെയുള്ള നിന്റെ കാട്ടിക്കൂടലുകൾ. അവൻ പറഞ്ഞതും അവൾ രണ്ട് കൈയും ഇടുപ്പിൽ കെട്ടി അവനെ നോക്കി. നിങ്ങളല്ലേ എൻ്റെ യജമാനൻ, ഞാൻ അടിമ. എന്നെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ പൂട്ടിയിടുന്ന ചെകുത്താൻ. കുറച്ച് ദേഷ്യത്തിൽ സാറ പറഞ്ഞു. അല്ല, നിനക്ക് തെറ്റുപറ്റി. നീയാണ് യജമാനൻ. ഈ റോബിനെ ഈ ലോകത്ത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു മനുഷ്യൻ. എൻ്റെ തീരുമാനങ്ങളെ പോലും മാറ്റാൻ കെൽപ്പുള്ള ഒരു സ്ത്രീ ശക്തി. ഞാനാണ് നിന്റെ അടമ സാറ. അത് നീ മനസ്സിലാക്കും എന്നെങ്കിലും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ എന്തു പറയണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. റോബിനെ മനസ്സാഞ്ഞ് സ്നേഹിക്കണമെന്ന് കരുതുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്നത് തൻ്റെ മുന്നിൽ റോബിൻ പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത റോബിൻ്റെ ആദ്യത്തെ ഇറ്റാലിയൻ ഭാര്യയും കുഞ്ഞുമാണ്. ഒരുപക്ഷെ ലിയോ ജനിച്ച ശേഷം ഇതുവരെ തനിക്ക് കുഞ്ഞുണ്ടാവാത്തതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. റോബിൻ തന്നെ ശാരീരികമായി തൻ്റെ സമ്മതം പോലും ഇല്ലാതെ എപ്പോഴും ഉപയോഗിച്ചപ്പോഴും ഒരു കുഞ്ഞു ജനിക്കാതിരിക്കാൻ താൻ ശ്രമിച്ചിരുന്നു. ശാരീരികമായി ആൾക്ക് മുന്നിൽ അടിമപ്പെട്ടില്ല എന്ന് എത്ര മനസ്സിൽ കരുതിയാലും അയാൾ തന്നെ ബലമായി കീഴ്പ്പെടുത്തി. എല്ലാം കഴിഞ്ഞ ശേഷം അവസാനം അയാളുടെ ഒരു പ്രണയാഭ്യർത്ഥനയും ക്ഷമാപനവും ഉണ്ട്. വർഷങ്ങളായി താൻ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം പല്ലവി. മനസ്സലിഞ്ഞില്ല. അയാളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. തനിക്കും തൻ്റെ മകനും വേണ്ടി പണം ചെലവാക്കുന്നു. പക്ഷെ സ്നേഹത്തോടെ തൻ്റെ മകനെ തലോടിപ്പോലും കഴിയിട്ടില്ല. താൻ തൻ്റെ കുടുംബത്തെ അടക്കം ഉപേക്ഷിച്ച് ഇയാളുടെ കൂടെ വന്ന ശേഷം തന്നെ പൂർണ്ണമായി കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിച്ചു. ഇയാൾ രണ്ടാമതൊട്ട് ബന്ധം പുതുക്കാൻ തന്നെ സമ്മതിക്കുകയും ചെയ്തില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം സാറ എന്ന തനിക്ക് ഇയാൾ മാത്രമേ ഈ ഭൂമിയിൽ ബന്ധുവായുള്ളൂ. ഇയാളുടെ ചുറ്റും സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ ഞാനും മകനും കറങ്ങണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഇപ്പോൾ വീണ്ടും താൻ ഗർഭിണിയാണ്. തൻ്റെ ഒരു നിമിഷം ശ്രദ്ധക്കുറവ്. സ്ഥിരം കഴിക്കുന്ന ഗുളികകൾ കഴിച്ചില്ല. ഇപ്പോൾ അയാൾ തന്നെ സ്നേഹം കൊണ്ട് മൂടുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലെ മുറിവുകൾ ഇതുവരെ ഉണങ്ങിയില്ല. പണത്തിന് വേണ്ടി എന്തു ചെയ്യുന്നു ചെകുത്താൻ. സാറ മനസ്സിലോരോന്നും ചിന്തിച്ചുകൊണ്ട് അവൻ്റെ കൂടെ നടന്നു. ഹോട്ടൽ മുറിയിലേക്ക് റോബിനും ഫാമിലിയും തിരിച്ചു വന്നു. നാളെ വൈകുന്നേരമാണ് അവർ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. റൂമിലെത്തി അവൻ സാറയെ പിടിച്ച് മടിയിലെത്തി. എന്നെ വിട്, അവൾ കുതറി. ഇല്ല, നിന്നെ എങ്ങനെ കൊഞ്ചിക്കാൻ തോന്നുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവൾ രണ്ട് കവിളിലും ഉമ്മ വെച്ചു. നാളെ നിങ്ങൾ ചത്തുപോകുമോ ഇപ്പോൾ ഇങ്ങനെ കൊഞ്ചിക്കാൻ, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. മനസ്സുകൊണ്ട് അത് നീ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നത് അല്ലേ സാറ? പക്ഷേ ഈ ലോകത്തിൽ ഒരു ശക്തിയും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ദാറ്റ്സ് മൈ സ്ട്രെങ്ത് ബേബി, അവൾ ഇതൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ഭാവം എന്തോ സംശയമായിരുന്നു. ഉള്ളിലെന്തോ ഒരു അസ്വസ്ഥത. അവൾ കഴുത്തിലുള്ള താലിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവനെ നോക്കി. രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഹോട്ടലിൽ നിന്ന് ഡിന്നർ കഴിച്ചത്. പക്ഷേ ലിയോയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളായിരുന്നു. പെട്ടെന്നുള്ള ഒരു രാജസ്ഥാൻ ട്രിപ്പും അതിൻ്റെ പിന്നിലുള്ള പപ്പയുടെ ചിന്ത എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പോൾ അങ്കിളിനോട് ചോദിച്ചുവെങ്കിലും അങ്കിളിനും ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും നാളത്തേക്ക് വേണ്ടി പാക്ക് ചെയ്യാൻ തയ്യാറായി. റോബിൻ ഇവിടെ അത്യാവശ്യമായി ഒരു മീറ്റിംഗ് ഉണ്ടെന്നും തനിക്ക് പകരം ലിയോയുടെ അടുത്ത് ചാരുവിനെയും ഭാര്യയും കൂട്ടി കറങ്ങാൻ പോകണമെന്നും വൈകുന്നേരം താൻ എയർപോർട്ടിൽ വരാമെന്നും അവൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ സംശയത്തോടെ തന്നെയാണ് തൻ്റെ പപ്പയെ നോക്കിയത്. എന്തോ ഒരു ആപത്ത് അവൻ്റെ മനസ്സിൽ തോന്നി. രാവിലെ ഉണർന്നപ്പോൾ പാർക്കിംഗ് ഏരിയയിലെ കാർ എടുത്തുകൊണ്ട് തൻ്റെ അസിസ്റ്റൻ്റായ പോളിൻ്റെ കൂടെ പോകാൻ നിൽക്കുകയായിരുന്നു റോബിൻ. പെട്ടെന്നാണ് ലിയോ മുന്നിലേക്ക് കയറി നിന്നത്. കൊള്ളാം, നൈസ് ഡ്രാമ. ഇതുവരെ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാത്ത ഡാഡി പെട്ടെന്ന് രാജസ്ഥാനിലേക്ക് വരുമ്പോൾ അതിലെന്തൊരു കള്ളത്തരമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. യാദവ്, അവൻ ഇവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവനെതിരെയുള്ള ഒരു പ്ലാനായിരുന്നു അതില്ലേ? ഇന്നലെ രാത്രി റാം എന്നെ ഫോൺ വിളിച്ചപ്പോഴാണ് അവൻ്റെ ഭാര്യയും ഇവിടെയുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് നിങ്ങളുടെ ചതിയാണെന്ന്. പാവം, എൻ്റെ മമ്മിയെ വീണ്ടും സ്നേഹം അഭിനയിച്ച് പറ്റിക്കുന്നു, അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് നിന്നും റോബിൻ ഒന്നും മിണ്ടാതെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇനി എന്താ നിന്റെ ഉദ്ദേശം? ഇതും അവനോട് പോയി പറഞ്ഞു കൊടുക്കാനാണോ? ദെൻ ലിസൺ, ഐ വിൽ കിൽ ഹിം ആൻഡ് ഹിസ് വൈഫ് ടുഡേ. റോബിൻ എന്ന എന്നെ അവൻ്റെ കാൽച്ചുവട്ടിലാക്കുമെന്ന് പബ്ലിക്കായി പറഞ്ഞവനാണ് അവൻ. അവൻ 1-ാം സ്ഥാനത്തെത്തുമ്പോൾ ഞാൻ 2-ാം സ്ഥാനത്താവുമെന്ന്. അതിന് റോബിൻ മരിക്കണം. റോബിൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരിക്കലും റോബിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതിനെൻ്റെ മകനാണെങ്കിൽ പോലും. റോബിൻ പൈശാചിക ഭാവത്തോട് പറഞ്ഞു. ലിയോ ദേഷ്യത്തിൽ അയാളുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് നീക്കി. ചതിച്ച് നേടാൻ നിങ്ങളെപ്പോലെ ഞാൻ കൂട്ടുനിൽക്കില്ല, അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും റോബിൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഹൂ വാണ്ട്സ് യുവർ പെർമിഷൻ? അത്രയും പറഞ്ഞു തന്നതും അവൻ തൻ്റെ പോക്കറ്റിലുള്ള പിസ്റ്റലെടുത്ത് അവൻ്റെ നെറ്റിയിലെ മർമ്മത്തിലേക്ക് ആഞ്ഞു വീശി. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയുടെ ആഘാതത്തിൽ ലിയോ പെട്ടെന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഞെട്ടലോടെ പോൾ അവൻ്റെ അടുത്തേക്ക് ഓടി. പോൾ, അവൻ ചത്തിട്ടൊന്നുമില്ല. അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുമില്ല. ഇവൻ ഇപ്പോൾ ബോധത്തോടെ പോയാൽ ഇവൻ എൻ്റെ എല്ലാ പ്ലാനും കുളമാക്കും. എൻ്റെ ആളുകൾ എല്ലാവരും ഉണ്ട് ഇവിടെ. തന്നോട് പോലും ഞാനിത് പറയാത്തത് തനിക്ക് എൻ്റെ മകനോടുള്ള സെൻറ്റിമെൻറ്റ്സ് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. എൻ്റെ ആളുകളെ ഞാൻ വിളിപ്പിച്ചോളാം. ഇവനെ എൻ്റെ റൂമിൽ കയറുകൊണ്ട് കെട്ടി പൂട്ടിയിടണം. വൈകുന്നേരം ആവുമ്പോഴേക്കും തുറന്നു വിടാം. റോബിൻ പറഞ്ഞതും ഞെട്ടലോടെ അയാളുടെ പിന്നാലെ പോൾ നടന്നു. സാർ, മാഡം, അയാൾ ചോദിച്ചതും റോബിൻ അവളെ ഫോൺ വിളിച്ചു. സാറ, എൻ്റെ മീറ്റിങ്ങിൽ ഞാൻ ലിയോയെ കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് പകൽ തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയായിരുന്നു.
ഇത്രയും പറഞ്ഞ് റോബിൻ ഫോൺ കട്ട് ചെയ്തും പോൾ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ലിയോയെ തന്നെ നോക്കി നിൽക്കുകയാണ്. റോബിൻ വീണ്ടും ചില നമ്പറിൽ ഫോൺ വിളിച്ചപ്പോൾ ഒരു കറുത്ത ഡിഫൻഡർ കാറിൽ നിന്നും കുറച്ച് കറുത്ത വേഷധാരികളായ റോബിന്റെ ഗുണ്ടകൾ എന്ന് തോന്നുന്നവർ ലിയോയെ കാർ പാർക്കിങ്ങിൽ നിന്ന് പൊക്കിയെടുത്തു. ഇവൻ എൻ്റെ മുറിയിൽ പൂട്ടിയിട്ടേക്ക്, അവൻ ഓർഡർ കൊടുത്തു. പോൾ പേടിച്ചുകൊണ്ട് രംഗം നോക്കി നിന്നു. രാവിലെ ഉണർന്ന വൈശാലിയും യാദവും കുളിച്ച ശേഷം മാറ്റി. അവർക്കും വൈകുന്നേരത്തെ ഫ്ലൈറ്റിലാണ് പോകാറുള്ളത്. പകൽ ചെറിയൊരു ഉത്സവമുണ്ട്. എല്ലാ ജനങ്ങളും അവരും ഇതിൽ പങ്കെടുത്ത ശേഷമാണ് തിരിച്ചു പോകാൻ പ്ലാനിട്ടിരിക്കുന്നത്. വൈശാലി യാദവിനെ കൈപിടിച്ചുകൊണ്ട് തന്നെയാണ് ആ തിരക്കിണിയിൽ എല്ലാ കടകളും നോക്കിക്കണ്ട് ആസ്വദിച്ച് നടന്നത്. പെട്ടെന്നാണ് യാദവിന് ഫോൺ കോൾ വന്നത്. അവൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുന്ന വൈശാലി ഒരു കുപ്പിവളക്കട കണ്ടപ്പോൾ അവൻ്റെ കൈ വിട്ടുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അവനത് നോക്കിക്കൊണ്ട് തന്നെ ഫോൺ എടുത്ത് കുറച്ച് മാറി നിന്ന് സംസാരിച്ചു. ഹലോ, അവൻ പറഞ്ഞു. ഹലോ മിസ്റ്റർ യാദവ്, ഓർമ്മയുണ്ടോ എന്നെ? ഒരിക്കൽ നിന്റെ ജീവൻ എടുത്തവൻ ഇപ്പോൾ ഇതാ നിന്റെ ജീവനായ ഒന്നിനെ വീണ്ടും എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. റോബിൻ പൈശാചിക ഭാവത്തിൽ പറഞ്ഞതും യാദവ് ഒരു നിമിഷം ഒന്നും മനസ്സിലാവാതെ സ്റ്റക്കായി തന്നെ നിന്നു. റോബിൻ, അവൻ സംശയത്തോട് ചോദിച്ചു. അതെ, ഞാൻ തന്നെ, യുവർ ഡെവിൽ. അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിച്ചത്? അവൻ ഗൗരവത്തോട് ചോദിച്ചതും അതിനുള്ള മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. നിന്റെ ഭാര്യ ഇപ്പോൾ നിന്റെ പക്കലുണ്ടോ എന്ന് നോക്ക്. യാദവ് ഞെട്ടലോട് തിരി നോക്കിയപ്പോൾ അവിടെ വൈശാലിയെ കണ്ടില്ല. യു ബാ, അവൾ എവിടെ? അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കൊന്നു കളയാൻ. യാദവ് ദേഷ്യത്തിൽ ഉറക്കെ വിളിച്ചുകൊണ്ട് ചുറ്റുമോടി. ഡോണ്ട് ബി പാനിക്, അവളെ അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടി നിന്നെയാണ്. ഉദയ്പൂർ ബയോഗ്യാസ് പ്ലാന്റ് അടുത്തുള്ള ഒരു പഴയ കെമിക്കൽ ഫാക്ടറിയിലേക്ക് വാ. നിന്റെ ഭാര്യ നിനക്ക് കൊണ്ടുപോകാം. റോബിൻ പറഞ്ഞു തീർന്നും അവൻ പെട്ടെന്ന് തന്നെ ആൾക്കൂട്ടത്തിലൂടെ ഓടി തൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും കാറെടുത്ത് അങ്ങോട്ട് തിരിച്ചു. വൈശാലിയെ ക്ലോറോഫോം അണപ്പിച്ച് ബോധരഹിതയായി ഒരു കസേരയിൽ കെട്ടിയിരിക്കുകയാണ് റോബിൻ. ചുറ്റും നടക്കുമെന്ന് മനസ്സിലാകാതെ ടെൻഷനായി നിൽക്കുകയാണ് പോൾ, സാറയുടെ ഒരുപാട് മിസ് കോൾ എൻ്റെ ഫോണിൽ വരുന്നുണ്ട്. മിക്കവാറും അവൾ സംശയത്തിൽ എൻ്റെ മകനെ വിളിച്ചു നോക്കിയിട്ടുണ്ടാവും. അവന് റെസ്പോൺസ് കാണാത്തത് കൊണ്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. നീ അവിടെ അടുത്ത് ചെന്ന് എല്ലാം ഓക്കെയാണെന്ന് പറയണം. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അവരെ കംഫർട്ടബിൾ ആക്കണം. അവൻ പറഞ്ഞു പേടിച്ചുകൊണ്ട് പോൾ വേഗം തലയാട്ടി പോകാൻ നിന്നതും അവൻ ഒന്നും കൂടി അയാളെ വിളിച്ചു. സാറ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കണം. അവളുടെ മരുന്ന് ഒന്ന് ഓർമ്മിപ്പിക്കണം. നെറ്റിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പോൾ വേഗം അങ്ങോട്ടേക്ക് പോയി. തിരിച്ചു പോകുമ്പോൾ പോളിൻ്റെ മനസ്സിൽ മുഴുവൻ റോബിൻ പറഞ്ഞ വാക്കുകളായിരുന്നു. റോബിൻ സാർ തനിക്ക് വലുതാണ്, പക്ഷെ അതിനേക്കാൾ മാനസികമായ അടുപ്പമുണ്ട് സാറിൻ്റെ മകനോട്. ഇപ്പോൾ മകനും മാഡവും പാവമാണ്. ഇപ്പോൾ ചെയ്യുന്നത് അവരോട് ചതിയാണ്, മനസ്സാക്ഷിയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. അയാൾ നേരെ ആദ്യം ചെയ്യുന്നത് ലിയോയുടെ റൂമിലായിരുന്നു. ലിയോയുടെ കെട്ടുകൾ അഴിച്ചുവിട്ട് അവൻ്റെ മുഖത്തേക്ക് അയാൾ വെള്ളം ഒഴിച്ചു. ലിയോ പെട്ടെന്ന് കണ്ണു തുറന്നു. ഒരു ഗ്ലാസ് വെള്ളം നൽകിയപ്പോൾ എല്ലാ സംഭവങ്ങളും അവനോട് വ്യക്തമായി പറഞ്ഞു. ദേഷ്യം കൊണ്ട് അവൻ്റെ കണ്ണുകൾ കലങ്ങി. അവൻ നേരെ പോളിനെ കൂട്ടി തൻ്റെ അമ്മയുടെയും പെണ്ണിൻ്റെയും അടുത്തേക്ക് നടന്നു. അവനെ കണ്ടതും സാറ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. എത്ര പ്രാവശ്യം വിളിച്ചു നിന്നെ? പേടിച്ചു പോയി. നിന്റെ പപ്പയായതുകൊണ്ട് എന്ത് പ്രശ്നമാണ് ഇനി ഉണ്ടാക്കിയതെന്ന് സാറ തൻ്റെ ടെൻഷൻ അവനോട് പറയാൻ തുടങ്ങി. അവൻ സാറയെ ബെഡിലിരുത്തി എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. അവൾ ഞെട്ടലോട് തന്നെ വാക്കുത്തി പിടിച്ചു. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അയാൾ. എനിക്ക് സഹിക്കാൻ കഴിയില്ല മമ്മ. പേടിച്ചിട്ടുള്ള ജീവിതം ഞാൻ മടുത്തു. ഞാനും പോവുകയാണ്. യാദവിനെയും അവൻ്റെ ഭാര്യയും രക്ഷിക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. മമ്മിയും ചാരും ഇവിടെ സേഫായിട്ടിരിക്കണം. അങ്കിൾ ഉണ്ടാവും ഇവിടെ. അവരെ യാത്ര അയക്കാൻ നിന്നതും പേടിച്ചുകൊണ്ട് ചാരു അവനെ തടഞ്ഞു. എന്നെ തടയരുത്, അവൻ പറഞ്ഞുകൊണ്ട് പോളിനെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇവരെ നോക്കാൻ ഏൽപ്പിച്ചോ അവൻ തൻ്റെ കാർ എടുത്ത കെമിക്കൽ ഫാക്ടറി ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. ഇരുട്ട് നിറഞ്ഞ പഴയ കെമിക്കൽ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് യാദവിൻ്റെ കാർ ഇടിച്ചു കയറി. കാറിൽ നിന്നും വേഗത്തിലിറങ്ങിയ യാദവിന് നേരെ എല്ലാ ലൈറ്റുകളും റോബിൻ ഒരൊറ്റ വിരൽ ഞൊടി കൊണ്ട് ഓൺ ചെയ്തു. വെൽക്കം മിസ്റ്റർ ഹീറോ. ഇത്രയും പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല. ഭാര്യയോട് നിനക്ക് സ്നേഹമുണ്ട്. കൊള്ളാം, യു ആർ ഗ്രേറ്റ്. റോബിൻ കൈകൊട്ടിക്കൊണ്ട് അവന് നേരെ നടന്നു. നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് ആവശ്യം എന്നെയല്ലേ? എൻ്റെ ബിസിനസ് അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അതിനെന്നോട് സംസാരിക്കണം, അല്ലാതെ വീട്ടിലെ സ്ത്രീകളെ എടുത്തുകൊണ്ട് വന്നിട്ടല്ല. യാദവ് ദേഷ്യത്തിൽ പറഞ്ഞതും റോബിൻ ഉറക്കി പൊട്ടിച്ചിരിച്ചു. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ലേ നീ പറഞ്ഞത് എന്നെ നീ 2ാം സ്ഥാനമാക്കുമെന്ന്? നീ ജീവനോടുണ്ടെങ്കിലല്ലേ യാദവ് നീ 1ാം സ്ഥാനത്തെത്തുകയുള്ളൂ. ഒരു പ്രാവശ്യം നിന്റെ കുടുംബത്തെ നുള്ളി നോവിച്ചവനാണ് ഞാൻ. ഒരുത്തിനെ പോലും ബാക്കി വെക്കാതെ 5 ശവങ്ങളെ ഞാൻ നിന്റെ വീട്ടുമുറ്റത്ത് കിടത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആ കാലം? റോബിൻ പൈശാചിക ഭാവത്തോടെ പറഞ്ഞതും യാദവ് ദേഷ്യത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. നിലത്ത് വീണ റോബിൻ വേഗം കുതിച്ചു ചാടി അവൻ്റെ കവളിലേക്ക് ആഞ്ഞിടിച്ചു. റോബിൻ്റെ ശിങ്കിടികൾ ഇടപെടാൻ വേണ്ടി നിന്നും റോബിൻ കൈകൊണ്ട് തടഞ്ഞു. ഹീസ് എ കിഡ്. എൻ്റെ ഒരു ഇടിക്കില്ല ഇവൻ. റോബിൻ തൻ്റെ ചുണ്ടിൽ നിന്നും ചോര തുടച്ചുകൊണ്ട് അവൻ നോക്കി പുച്ഛഭാവത്തോടെ പറഞ്ഞു. യാദവ് അവൻ തിരിച്ചൊരു പുച്ഛവും നൽകി. എന്നോട് എൻ്റെ കുടുംബത്തിനോട് ചെയ്തെല്ലാം ഞാൻ ക്ഷമിച്ചു. വീണ്ടും മാന്യമായി ബിസിനസ് ചെയ്യാൻ വന്നതാണ് ഞാൻ. പക്ഷേ നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല.
ഇനിയൊരു ന്യായം എൻ്റെ ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട റോബിൻ, യാദവ് പറഞ്ഞു. റോബിൻ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. അവൻ്റെ എവൾ ലാഫ് അവിടെ മൊത്തം മുഴങ്ങി. പെട്ടെന്നാണ് വേറൊരു കാർ അതിനുള്ളിലേക്ക് വന്നത്. റോബിൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തൻ്റെ മകൻ. അവൻ കാറിൽ നിന്നും ഇറങ്ങി നേരെ യാദവിൻ്റെ ഒപ്പം നിന്നു. യാദവും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഓ, നീ രക്ഷപ്പെട്ടു അല്ലേ? എൻ്റെ കൂടെ നിന്നവൻ തന്നെ എന്നെ ചതിച്ചു. എൻ്റെ ഭാര്യയെ പോലെ തന്നെയാണ് അവനും. ശമ്പളം എൻ്റെ കയ്യിൽ നിന്നും, പക്ഷേ നന്ദി നിന്നോടും. ഇത്രയും പല്ല് കടിച്ച് റോബിൻ പറയുമ്പോൾ പോളിനെ കൊല്ലാനുള്ള ദേഷ്യം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ ഇനി ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ശാപങ്ങൾ കേൾക്കാൻ എനിക്കും എൻ്റെ മമ്മയ്ക്കും വയ്യ. ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കണം. ലിയോ പറഞ്ഞതും റോബിൻ കൈകെട്ടി നിന്നുകൊണ്ട് അവനെ തന്നെ നോക്കി തൻ്റെ ശിങ്കിടികളെ ഒരുത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ബ്രേക്ക് ഹിസ് ബോൺസ്. എൻ്റെ നേരെ വിരൽ ചൂണ്ടി അവന് ഇനി ഒരു കൈ പോലും പാടില്ല. പൈശാചിക ഭാഗത്തോടെ തൻ്റെ മകനെ നോക്കി പറഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് അവിടെ ശിങ്കിടികൾ ലിയോയ്ക്ക് നേരെ ചാടി. അവന് നേരെ ചാടിയ ഓരോ ശിങ്കിടികളെയും അവൻ്റെ ഒപ്പം തന്നെ യാദവും ചേർന്ന് അവർക്ക് നല്ല രീതിയിൽ തിരിച്ചും അടി നൽകിക്കൊണ്ടിരുന്നു. അയാളെ ഒതുക്കാൻ ഒരിക്കലും എൻ്റെ മകന് കഴിയില്ല. അയാളൊരു ചെകുത്താനാണ്. അവൻ തോറ്റുപോകും. ഞാൻ മാത്രമേ അയാളുടെ ബലഹീനതയായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അവിടെ പോയില്ലെങ്കിൽ എൻ്റെ മകനെ അയാൾ കൊല്ലും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ചാരുമോളെ നിങ്ങൾ നോക്കണം. സാറ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കാറിൻ്റെ കീഴെടുത്ത് താഴോട്ട് പോകാൻ നിന്നും ചാരുമോളെ തടയാൻ നോക്കി. മോളെ, നിനക്ക് നിന്റെ ലിയോ ജീവനോടെ വേണമെങ്കിൽ മമ്മ ഇപ്പോൾ പോകണം. പോൾ, നീ ഇവളെ നോക്കണം. അവളെ നോക്കി പോളിൻ്റെ കയ്യിൽ അവളുടെ കൈ കൊടുത്തുകൊണ്ട് സാറ വേഗം കാറെടുത്ത് ആ ലൊക്കേഷൻ നോക്കി ഡ്രൈവ് ചെയ്തു. സാറയുടെ കാർ ഫാക്ടറിയുടെ പിന്നാമ്പുറത്ത് കൂടിയാണ് നിർത്തിയത്. അവൾ പിന്നിലെ വഴിയിലൂടെ തന്നെ കയറിയപ്പോൾ കണ്ടു കസേരയിലായി കെട്ടിയിട്ടിരിക്കുന്ന ബോധമില്ലാത്ത പെൺകുട്ടി. അവൾ തൻ്റെ ബാഗിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് അവളുടെ മുഖത്തൊഴിച്ചു. വൈശാലി പതുക്കെ കണ്ണു തുറന്നതും വൈശാലിയുടെ കെട്ടെല്ലാം അവൾ അഴിച്ചു കൊടുത്തു. അവളെ എഴുന്നേൽപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ ലിയോയുടെ മമ്മയാണ്. നിനക്കൊന്നും പറ്റില്ല. എൻ്റെ മകനും നിന്റെ ഭർത്താവും ഇപ്പോൾ എൻ്റെ ഭർത്താവിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. സാറ പറയുന്നതും അവൾ നന്ദിയോടെ കരഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. റോബിൻ കൈകെട്ടി നിന്നുകൊണ്ട് അവരുടെ സംഘടനകൾ നോക്കി നിന്നു. തൻ്റെ മകൻ തന്നെ പോലെ തന്നെ മിടുക്കനാണെന്ന് അവനറിയാം. നിമിഷ നേരങ്ങൾ കൊണ്ട് തൻ്റെ പകുതി ആൾക്കാരെയും അവർ രണ്ടുപേരും ചേർന്ന് തരിപ്പണമാക്കിയിരുന്നു. റോബിൻ അവസാനം നേരെ നടന്നുകൊണ്ട് ലിയോയുടെ പിന്നിൽ ചെന്ന് അവനെ ആഞ്ഞു ചവിട്ടി. യാദവ് മറ്റു ഗുണ്ടകളെ തരുന്നിടയിൽ അത് ശ്രദ്ധിച്ചില്ല. റോബിൻ അവനെ വലിച്ചെടുത്തുകൊണ്ട് അവനെ വീണ്ടും പൊതിരി തല്ലി. ലിയോ തനിക്ക് പറ്റുന്ന പോലെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും തൻ്റെ പപ്പയുടെ മുന്നിൽ അവൻ തോറ്റുപോവുകയാണ്. റോബിൻ്റെ കൈക്കരുത്തിന് മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം ചോര വരാൻ തുടങ്ങി. അവസാനം അവൻ്റെ ഷർട്ടോട് കൂടി വലിച്ചു മുകളിലേക്ക് പിടിച്ചു നിർത്തി റോബിൻ. അരയിൽ നിന്നും ഒരു തോക്കെടുത്ത് അവൻ്റെ നെറ്റിയിൽ വെച്ചു അവൻ. നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ഷമിച്ചതാണ്. പക്ഷേ നീ വീണ്ടും വീണ്ടും എന്നെ തോൽപ്പിച്ചു. എന്നെ കൊല്ലണമെന്ന് നീ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ട് പോലും നിന്റെ നേരെ ഞാൻ ഒരു വിരൽ പോലും അനക്കില്ല. എൻ്റെ ചോരയില്ലേ എന്ന് തന്നെ കരുതി ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇനി ക്ഷമിക്കാൻ കഴിയില്ല. നീ ജീവനോടെ ഇരുന്നാൽ നീ വീണ്ടും എന്നെ ചതിക്കും. നിന്നെ സൃഷ്ടിച്ച കൈകൊണ്ട് നിന്നെ ഞാൻ തന്നെ കൊല്ലാൻ പോവുകയാണ് ലിയോ. യു വിൽ ബി നോ മോർ. റോബിൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ ഗൺ ട്രിഗർ ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്നാണ് അവൻ്റെ നെഞ്ചിലേക്ക് 2-3 ബുള്ളറ്റുകൾ ഒരുമിച്ച് പിന്നിലൂടെ തുളച്ചു കയറിയത്. ബുള്ളറ്റിൻ്റെ ശബ്ദത്തിൽ എല്ലാവരും നിശബ്ദരായി പോയി. യാദവ് അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. എല്ലാവരും ഞെട്ടലോടെ ആ രംഗം നോക്കി നിന്നു. റോബിൻ എന്ന വൻമരം മുട്ടുകുത്തി നിലത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്നു. കണ്ണുകളടച്ച് വിരൽ തോക്കിലമർത്തി നിൽക്കുന്ന സാറ. വൈശാലി വേഗം ഓടി യാദവിനെ കെട്ടിപ്പിടിച്ചു നിന്നു. യാദവ് അവളെ പുറത്ത് തലോടി. അവളും അവനെ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഒരിക്കലും റോബിൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും അവൻ പ്രതീക്ഷിച്ചില്ല. സാറ വേഗം തൻ്റെ മകൻ്റെ അടുത്തേക്ക് ഓടി. ഞാൻ അറിയാതെ. സാറ പൊട്ടിക്കരഞ്ഞു. ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന റോബിൻ അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ ഒഴുകി. അവൻ അവളെ കൈനീട്ടി വിളിച്ചു. സാറയ്ക്ക് സ്വബോധം വന്നതും അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി. റോബിൻ, വാ, ഹോസ്പിറ്റലിൽ പോകാം. അവളൊരു ഭ്രാന്തിയെ പോലെ ഉറക്കെ വിളിച്ചലറി. ചുറ്റുമുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. എല്ലാവരും പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവിച്ചൊരു ഭാവമായിരുന്നു. എന്നെങ്കിലും ആരുടെയെങ്കിലും തോക്കിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആവും എൻ്റെ മരണം എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് നിന്റെ കയ്യിൽ നിന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. നീ എന്നെ തോൽപ്പിച്ചു. റോബിൻ പറഞ്ഞതും സാറ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് വീണു. സാറ, ഒരിക്കൽ പോലും ഒരിറ്റ് സ്നേഹം നിനക്കെന്നോട് തോന്നിയില്ലേ? വിൽ യു ലവ് മീ ആഫ്റ്റർ മൈ ഡെത്ത്? നമ്മുടെ മകനെ സ്നേഹിച്ച പോലെ ഒരു ചെറിയ പരിഗണന. ഡോണ്ട് ഐ ഡിസേർവ് ദാറ്റ് ടു സാറ? സോറി സാറ, സോറി ഫോർ എവറിത്തിങ്. ബട്ട് സാറ, ഐ ലവ് യു, ഐ ട്രസ്റ്റ് യു. അവസാന മരണവേദനയിലും റോബിൻ ചിരിച്ചുകൊണ്ട് ഇത്രയും പറയാൻ ശ്രമിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിൽ മുറുകെ പിടിച്ചു. ആ സമയം സാറയുടെ മനസ്സിൽ അവനോടുള്ള പ്രണയം മാത്രമായിരുന്നു. പക്ഷെ തൻ്റെ മകനെ കൊല്ലാൻ നോക്കുന്ന ശത്രുവായിട്ട് മാത്രമേ അവൾ ആദ്യം അവനെ കണ്ടിരുന്നുള്ളൂ. അവൾക്ക് ചെയ്തത് അവിവേകമാണോ എന്ന് വരെ തോന്നിപ്പോയി. ഹോസ്പിറ്റലിൽ പോകാം, വാ.
സാറ റോബിനെ വലിച്ചു പൊക്കാൻ ശ്രമിച്ചതും അവളുടെ മടിയിലായി റോബിൻ കിടന്നു. കൊണ്ടുപോകേണ്ട, ഐ ആം ഷുവർ ഐ വിൽ ഡൈ. എനിക്കിനി വെറും നിമിഷങ്ങൾ ബാക്കിയുള്ളൂ. ആ സമയം പോലും ഞാൻ നിന്നെ കണ്ടിരുന്നോളാം സാറ. ടേക്ക് കെയർ ഓഫ് മൈ ബേബി. എന്നോടുള്ള ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് കാട്ടരുത്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ ഉമ്മ വെച്ചു. പാപ്പ വിൽ മിസ് യു. റോബിൻ പതുക്കെ വയറിൽ മുഖമമർത്തി പറഞ്ഞതും അത് കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. അവൻ ലിയോയുടെ മുഖത്ത് നോക്കി. ഇപ്പോഴും ഒരു പകപ്പോടെ നിൽക്കുകയാണ് അവൻ. ഷീ ഈസ് മൈ വൈഫ് ഓഫ് റോബിൻ. എനിക്ക് കഴിഞ്ഞേ നിനക്ക് സ്ഥാനമുള്ളൂ ലിയോ. ടേക്ക് കെയർ ഓഫ് ഹെർ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. റോബിൻ, ഐ ആം സോറി. സാർ ഒരു ഭ്രാന്തിയെ പോലെ ഉറക്കെ പുലമ്പി. അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. ശ്വാസം മാഞ്ഞു വലിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഐ വിൽ മിസ് യു. അവൻ കഷ്ടപ്പെട്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. പറഞ്ഞു തീർന്നതും അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിടിഞ്ഞു പോയിരുന്നു. സാറ് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ ആ ഫാക്ടറിയിൽ ഉറക്കെ മുഴങ്ങി. 8 വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ഫാഷൻ ലീഗിൽ 1-ാം സ്ഥാനം രാജ്പുത് ഗ്രൂപ്പ് തന്നെയായിരുന്നു. 2-ാം സ്ഥാനം ഈഗിൾ ഗ്രൂപ്പും കൈക്കലാക്കി. ഫാഷൻ കോമ്പറ്റീഷന് ശേഷം ചാരുവിനെയും അമ്മയും കുട്ടി ലിയോ ഇറ്റലിയിലേക്ക് മടങ്ങിപ്പോയി. കേരളത്തിൽ നിന്നും രാജ്പുത് ഫാമിലി ഇപ്പോൾ രാജസ്ഥാനിലേക്ക് സ്ഥിരതാമസമാക്കി. ജയ്പൂർ ആംബർ പാലസിലാണ് അവരിപ്പോൾ താമസം. ഇന്ന് യാദവിൻ്റെയും വൈശാലിയുടെയും ഇരട്ടക്കുട്ടികളായ പെൺകുട്ടികളുടെ 4-ാം പിറന്നാളാണ്. ബർത്ത്ഡേ ആഘോഷത്തിനായി കുടുംബത്തിലുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ട്. തുമ്പിക്കും ഹാഷിമിനും ഉള്ളത് ഒരു മകനാണ്. ഹാഷിമിൻ്റെ തനി പകർപ്പ്. വളരെ സാഹസികമായിട്ട് തന്നെ കുറച്ചു കാലം കാത്തിരുന്ന ശേഷമാണ് റാമിന് മുംതാസിനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ മുംതാസ് ഇപ്പോഴാണ് പൂർണ്ണ ഗർഭിണിയായത്. എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത ശേഷം അവർക്കൊരു ഇൻ്റർനാഷണൽ കോൾ വന്നു ഫ്രം ഇറ്റലി. വീഡിയോ കോൾ ഓൺ ആക്കിയപ്പോൾ കണ്ടത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലിയോയും ചാരുവും, ഒപ്പം തന്നെ ലിയോയുടെ അതേ മുഖഛായുള്ള ഒരു കുഞ്ഞു പെൺകുട്ടിയും, പിന്നെ ചാരുവിൻ്റെ മുഖസാദൃശ്യമുള്ള വേറൊരു പെൺകുട്ടിയുമാണ്. ഹാപ്പി ബർത്ത്ഡേ. അവർ ഉറക്കെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞതും യാദവ് ഫോൺ തൻ്റെ 2 പെൺകുട്ടികൾക്ക് നൽകി. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ അടുപ്പമുള്ള കൂട്ടുകാരികളാണ് അവർ. ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്തും വർഷത്തിലൊരിക്കൽ വിസിറ്റിംഗ് ചെയ്തും അവർ തമ്മിൽ നല്ല അടുപ്പമാണ്. കുട്ടികളുടെ സംസാരത്തിന് ശേഷം യാദവ് ഫോൺ വാങ്ങി ലിയോയുടെ അടുത്ത് സംസാരിച്ചു. നിന്റെ അനിയത്തിയും മകളും ഫോൺ വെക്കുന്ന ലക്ഷണം കണ്ടില്ല. അതാണ് ഞാൻ വേഗം എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയത്. യാദവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുഖമല്ലേ എല്ലാവർക്കും? അടുത്ത വെക്കേഷനിൽ കുട്ടികളെയും കൂട്ടി അങ്ങോട്ട് വന്നാലൊന്നും ആലോചിക്കുന്നുണ്ട്. ചാരുവിനെ എപ്പോൾ നോക്കിയാലും മിസ്സിംഗ് മൈ ഇന്ത്യ എന്നൊരു വർത്തമാനമേ ഉള്ളൂ. ലിയോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മ ഓക്കെ അല്ലേ? യാദവ് ചോദിച്ചു. ഇന്ന് പപ്പയുടെ 8th ഡെത്ത് ആനിവേഴ്സറി ആണ്. കുറച്ച് കഴിഞ്ഞ് മമ്മിയും അനിയത്തിയും അങ്ങോട്ടേക്ക് പോകും. ഒപ്പം ചാരുവിനെയും കൂട്ടുമായിരിക്കും, ലിയോ പറഞ്ഞു. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ നീണ്ടു. ഇറ്റലിയിലെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ സെമിത്തേരിയിൽ നിൽക്കുകയാണ് സാറ. സാറയുടെ കൂടെ അവളുടെ നീലക്കണ്ണുള്ള മകളുമുണ്ട്. റോബിൻ്റെ ഒരു പെൺരൂപം എന്ന് വേണമെങ്കിൽ പറയാം. അതേ നീലക്കണ്ണും കാപ്പിമുടിയും ചിരിയുമുള്ള പെൺകുട്ടി ലിയോയുടെ അനിയത്തിക്കുട്ടി അമേലിയ എന്നവൾക്ക് സാറ പേരിട്ടു. അനിയത്തിയും അവൻ്റെ മകളും തമ്മിൽ വെറും 1.5 വയസ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചാരുവും തൻ്റെ മകളും പുറത്ത് കാവൽ നിൽക്കുകയാണ്. അവർക്കിത് ശീലമാണ്. സാറ അമേലിയയുടെ കൈയും പിടിച്ച് കുറച്ചു നേരം ആ മാർബിൾ കല്ലറയിൽ നോക്കി നിന്നു. റോബിൻസൺ എഡ്വേർഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡെത്ത് എല്ലാം ഭംഗിയിൽ എഴുതിയ ആ കല്ലറയെ നോക്കി നിന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൻ്റെ മകൾ അവളുടെ കണ്ണുകൾ തുടച്ചു. ഡോണ്ട് ക്രൈ മമ്മ, പപ്പ ഈസ് ഓൾവേസ് വിത്ത് അസ്. അവൾ പറയുന്നതും സാറ പുഞ്ചിരിച്ചു. അമേലിയ തൻ്റെ പപ്പയുടെ കല്ലറയിൽ മുത്തിക്കൊണ്ട് ചാരുവിൻ്റെ അടുത്തേക്ക് ഓടി. സാറ കുറച്ചു നേരം കൂടി കല്ലറയിലിരുന്നു. അവനോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ലാവൻഡർ പൂകൾ അവൻ്റെ മേൽ വെച്ച് കണ്ണു തുടച്ച് എഴുന്നേറ്റ് പോകാൻ നിന്നതും അവളുടെ തലയിലെ ഷാൾ അവിടെയുള്ള മുൾച്ചെടിയിൽ കുടുങ്ങി. സാറ തിരിഞ്ഞു നിന്നുകൊണ്ട് ആ കല്ലറയെ നോക്കി. റോബിൻ്റെ കുസൃതികൾ അവൾക്ക് ഓർമ്മയിൽ വന്നു. തന്നെ എപ്പോഴും കയ്യിൽ പിടിച്ച് വലിച്ചു നിർത്തുന്ന റോബിനെ ഓർത്തപ്പോൾ അവളുടെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു. ഐ ലവ് യു റോബിൻ ആൻഡ് ഐ മിസ് യു ടു. സാറ പതിയെ പുഞ്ചിരിച്ച് പറഞ്ഞുകൊണ്ട് പോയതും ചെറിയ ചാറ്റൽ മഴ അവിടെ പെയ്തു. അവളെ വിട്ടു പോകാൻ റോബിൻ്റെ ആത്മാവിനും കഴിയില്ലായിരുന്നു. ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞു. ഇനിയൊരു സെൽഫി ആയാലോ? റാം പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു. ധ്രുവും ശാലിനിയും തുമ്പിയും ഹാഷിമും യാദവും വൈശാലിയും റാമും മുംതാസും പിന്നെ കുട്ടിപ്പടകളും എല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് സെൽഫി. ഫോട്ടോ എടുത്ത് യാദവിന് കാണിച്ചു കൊടുത്ത ശേഷം അവനെ നോക്കി പറഞ്ഞു. രാജ്പുത് ഫാമിലി ന്യൂ വേർഷൻ എന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താലോ? കുറുമ്പോട് കൂടി അവൻ പറഞ്ഞതും യാദവ് ചിരിച്ചുകൊണ്ട് അവിടെ ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ ഫാമിലി ഫോട്ടോ നോക്കി. ആ വലിയ ഫാമിലി ഫോട്ടോയിൽ തൻ്റെ അച്ഛനും അമ്മയും ദാദിയും ചെറിയച്ഛനും ചെറിയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം മൺമറഞ്ഞു പോയൊരു തലമുറ തന്നെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ജീവനോടെ കൂടെയുള്ളത് ധ്രുവപ്പയും ഷാലുമയും. അവർക്കും വയസ്സായിരിക്കുന്നു. അവൻ പുഞ്ചിരിയോട് കൂടി ഓർത്തു. രാജ്പുത് ഫാമിലി ഇനി പുതിയ തലമുറയുടെ കൂടെ മുന്നോട്ട് പോകട്ടെ. അവരുടെ കൂടെയുള്ള യാത്ര ഇന്നിവിടെ അവസാനിച്ചു.